എബ്രായലേഖനം 10-ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 1 to 7. എബ്രായലേഖനം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ആ സീരീസിൻ്റെ അടുത്ത ദൂതിലേക്ക്, 9-ാമത്തെ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. എബ്രായലേഖനം 10-ാം അധ്യായം 1 മുതൽ 7 വരെ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, നമുക്കൊരുമിച്ച് ചേർന്ന് വായിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളത് അല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലാതെ കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ലൈഫ് ആസ് എ സാക്രിഫൈസ്, ജീവിതം എന്ന യാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്താണ് ജീവിതം എന്ന യാഗം എന്ന തലക്കെട്ടിൽ നിന്നാണ് ഇന്ന് പകൽ നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ കർത്താവ്, സ്തോത്രം, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നമ്മുടെ എക്സ്പീരിയൻസസ് അതല്ല, പകരം ദൈവത്തിൻ്റെ വിലയേറിയ കൃപ തന്നെ ദൈവകൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. ജീവിതം എന്ന യാഗം. എന്താ അങ്ങനെ ഒരു തലക്കെട്ട് എടുക്കേണ്ടി വന്നത്? കാരണം ഇന്ന് പകൽ എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 10-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ നിങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ അവിടെ കാണുന്നതായ ദൂതിൻ്റെ പ്രത്യേകത ഇതാണ്: യേശു കർത്താവ് യാഗങ്ങളെക്കാൾ വലിയവൻ. യേശു കർത്താവ് യാഗങ്ങളെക്കാൾ വലിയവൻ. ഓർത്താട്ടെ, കഴിഞ്ഞ 2 മാസത്തിലധികമായി, സ്തോത്രം, ദൈവകൃപയാൽ ഈ സീരീസാണ് നാം കേൾക്കുന്നത്. എബ്രായലേഖനം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇവൻ എത്ര മഹാൻ എന്ന് പരിശുദ്ധാത്മാവ് എബ്രായലേഖന കർത്താവിലൂടെ പറയുന്നു. ഇവൻ എത്ര മഹാൻ, റിയലി ആരെക്കാൾ വലിയവനാണ്? അല്ലെങ്കിൽ എന്തിനേക്കാൾ യേശു കർത്താവ് വലിയവനാണ്? ഫിലിപ്പിയർ 2:8 മുതൽ 11 വരെ നമുക്കറിയാം, സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. സ്തോത്രം, യേശുവിനെ പോലെ ശ്രേഷ്ഠനായി ഒരാൾ ഇന്നലെ വരെ ജനിച്ചിട്ടില്ല. സ്തോത്രം, ഇന്ന് ജീവിച്ചിട്ടില്ല, നാളെ ജനിപ്പാൻ പോകുന്നതുമില്ല. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ കർത്താക്കന്മാരുടെ കർത്താവാണ്. അവൻ ദൈവങ്ങളുടെ ദൈവമാണ്. യേശുവെന്ന നാമത്തിൽ മുൻപാകെ സകല മുഴങ്കാലുകളും ഇന്ന് പകലും മുട്ടുമടക്കുന്നു. അതിൽ ക്യാൻസറുണ്ട്, അതിൽ ട്യൂമറുകളുണ്ട്, അതിൽ ക്ഷയരോഗമുണ്ട്, അതിൽ നിങ്ങളുടെ പാരമ്പര്യ ശാപങ്ങളുണ്ട്, നിങ്ങൾ കടന്നു പോകുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളുമുണ്ട്. യേശു കർത്താവ് അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇല്ലാത്ത വഴികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവനാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ നിഷ്കാസനം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ശത്രുക്കളെ മുൻപിൽ അവൻ മേശ ഒരുക്കുന്നവനാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലെ എൻ്റെ യേശു കർത്താവിന് തത്തുല്യമായി വേറെ ഒരാൾ ഇല്ല. മാനവജാതിയുടെ ചരിത്രത്തിൽ മരിച്ച കല്ലറ തിരികെ കൊടുത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരാണ് ദൈവപുത്രനാണ് യേശു. അവൻ എത്ര മഹാൻ, അവൻ എത്ര മഹാൻ. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവൻ സ്തോത്രം പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്. അവൻ ഏറ്റവും വലിയ പ്രവാചകനായ മോശയേക്കാൾ വലിയവനാണ്. അവൻ അതേ യോശുവ എന്ന മഹാനായ ലീഡറിനേക്കാൾ യോശുവയേക്കാൾ യേശു വലിയവനാണ്. മൽക്കീശേദക്കിനേക്കാൾ യേശു വലിയവനാണ്. അഹരോനേക്കാൾ യേശു കർത്താവ് വലിയവനാണ്. പഴയ നിയമത്തെക്കാൾ യേശു വലിയവനാണ്. ഭൂമിയിൽ മോശയുടെ കാലത്ത് നിർമ്മിച്ചതായ ദൈവമഹത്വം നിറഞ്ഞ കവിഞ്ഞ ടാബർനാക്കിൾ സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ്. ആ സമാഗമന കൂടാരം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ സ്തോത്രം എല്ലാ ദിവസങ്ങളും നടന്നു വന്നതായ യാഗങ്ങളെക്കാൾ യേശു കർത്താവ് വലിയവനത്രേ.
ആമേൻ. ആ ദൂത് പ്രാപിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരെ കരങ്ങൾ ഞാൻ കാണട്ടെ. യെസ്, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ കൈ ഉയർത്തി പറഞ്ഞേ, യേശു. കേട്ടില്ല? യേശു യാഗങ്ങളെക്കാൾ വലിയവനാണ്. യേശു യാഗങ്ങളെക്കാൾ വലിയവനാണ്. ഹി ഈസ് ഗ്രേറ്റർ ദാൻ സാക്രിഫൈസ്. സ്തോത്രം. ജീവിതം എന്ന യാഗം യേശു കർത്താവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവന് പറവാൻ കൊണ്ട് കഴിയും. സ്തോത്രം. അവൻ്റെ ജീവിതമേ ഒരു യാഗമായിരുന്നു. രണ്ട് റിലിജിയൻ, രണ്ട് മതങ്ങളെ അല്ലെങ്കിൽ രണ്ട് മാർഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ജൂഡായിസം, മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റി. ഒന്ന് യഹൂദ മതമാണെങ്കിലും ക്രിസ്തീയ മാർഗമാണെങ്കിലും വേദപുസ്തകത്തിൻ്റെ ഓരോ പേജസിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന രക്തത്തിൻ്റെ ചലനവും രക്തത്തിൻ്റെ ഒഴുക്കും കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ചില പ്രത്യേക അതേ നിരൂപകർ പറയുന്നത് ദീസ് റിലിജിയൻസ് ഓർ ദ ബ്ലഡി റിലിജിയൻസ്. യഹൂദ മതവും അതുപോലെ ക്രിസ്തീയ മതവും സ്തോത്രം അവർ പറയുന്നു ബ്ലഡി റിലിജിയൻ ബിക്കോസ് സോ മച്ച് ഓഫ് ബ്ലഡ് ഇൻ ദ പേജസ് ആൻഡ് ഏജസ് ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിൻ്റെ ഓരോ പേജുകളിലും നിറഞ്ഞു നിൽക്കുന്നതായ അതേ രക്തത്തിൻ്റെ സ്തോത്രം സ്പർശനമുണ്ട്, രക്തത്തിൻ്റെ അതേ സാന്നിധ്യമുണ്ട്. ആദാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്തപ്പോൾ യഹൂദ ബൈബിൾ പറയുന്നു ഒരാടിനെ കൊന്ന് അതിൻ്റെ തോലിനെ ദൈവം എടുത്തു തുടങ്ങി രക്തത്തിൻ്റെ ഒഴുക്ക് ആരംഭിക്കുകയുണ്ടായി. നിത്യതയിൽ നിഷ്പാപയുഗത്തിൽ സ്തോത്രം ഏദൻ തോട്ടം തുടങ്ങി. ഏദൻ തോട്ടത്തിൻ്റെ മഹത്വത്തിൽ ഇതാ രക്തം ഒഴുകി തുടങ്ങിയാണ്. തുടർന്ന നാളുകൾ കഴിഞ്ഞപ്പോൾ മൂത്തവൻ ഇളവനെ കൊല്ലുന്നു. കുറ്റമില്ലാത്ത രക്തം ഇതാ വീഴ്ത്തപ്പെടുന്നു. വീണ്ടും മഹാജലപ്രളയത്തിന് ശേഷം സ്തോത്രം നോഹ ഇതാ യാഗം കഴിക്കുന്നു. അവിടെ രക്തം വീഴുന്നു. എന്നാൽ ആ യാഗത്തെ മണത്തിട്ട് യഹോവയാം ദൈവം ഇറങ്ങി വരുന്നു. പിതാക്കന്മാരും കൈയും കെട്ടി വെറുതെ ഇരുന്നില്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. എവിടെയാണോ യാഗം ഉയർന്നത് അവിടെ ദൈവം ഇറങ്ങി വന്നു. ഞാൻ നിങ്ങളെ നോക്കി വളരെ കൃത്യമായി പഠിപ്പിക്കട്ടെ, പ്രസംഗിക്കട്ടെ, പറഞ്ഞു തരട്ടെ. ദൈവത്തെ ഇറക്കുന്നതാണ് യാഗം. ദൈവത്തെ ചലിപ്പിക്കുന്നതാണ് യാഗം. ദൈവത്തിൻ്റെ അധരം തുറന്ന് വാഗ്ദത്തങ്ങൾ നിങ്ങളിലേക്ക് പൊഴിക്കുന്നതാണ് യാഗം. ഒരിക്കൽ കൂടെ, ദൈവത്തെ ഇറക്കി നിർത്തുന്നത് യാഗമെങ്കിൽ, ദൈവത്തെ ചലിപ്പിച്ചത് യാഗമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ചൊരിയിപ്പിച്ചത് പറയിപ്പിച്ചത് യാഗമെങ്കിൽ അത് ആരാധനയെ കുറിക്കുന്നു, അത് പ്രാർത്ഥനയെ കുറിക്കുന്നു, അത് സ്തുതിയെ കുറിക്കുന്നു. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ചുറ്റുമുള്ള പാറകൾ ആർത്തു വിളിക്കാൻ സാധ്യതയുണ്ട്. കമാൻ, ഇന്ന് പകൽക്കാലം പാറകൾക്ക് അവസരം കൊടുക്കാതെ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സോ സ്തോത്രം. അതെ, പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചു. തുടർന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ സമാഗമന ഗുഡാരം പണിതപ്പോൾ ഓൾച്ചർ ഈ യാഗപീഠത്തിൽ ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം ഒഴുകുകയാണ്. സ്തോത്രം. അത് ഏകദേശം 500 വർഷത്തോളം ആ കൂടാരത്തിൻ്റെ സിസ്റ്റം നിലനിന്നു. അത് കഴിഞ്ഞ് ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയമുണ്ടാക്കി. അത് ശലോമോൻ്റെ അളവിലെല്ലാം ദൈവത്തിൻ്റെ അളവിൽ യാഗമുണ്ടാക്കി. 20,000 കാളകളെയാണ് ഉദ്ഘാടന ദിവസം ശലോമോൻ യാഗം കഴിച്ചത്. 1,20,000 ആടുകളെയാണ് ശലോമോൻ യാഗം കഴിച്ചത്. ഞാൻ ആവർത്തിക്കുന്നു, 20,000 കാളകളെ, 1,20,000 ആടുകളെ ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആ യാഗം കഴിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വലിയ രാജാവ് തൻ്റെ നല്ല കാലത്ത്, ആത്മീയതയുടെ കാലത്ത് മുട്ടുമടക്കി കൈകളെ മലർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ വരുന്നു മഴമേഘമല്ല, മഹത്വത്തിൻ്റെ മേഘം. എല്ലാ ഭവനങ്ങളിലും ആ ഒരു പോസ്റ്റർ വെളിപ്പെടുമാറാകട്ടെ. എല്ലാ ഭവനങ്ങളിലും ആ ഒരു ബോഡി ലാംഗ്വേജ് വെളിപ്പെടുമാറാകട്ടെ. മുട്ടുകളെ മടക്കി കൈകളെ മലർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ഇരുട്ടുകൾ ഓടുന്നു, മഹത്വം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾ നിലനിന്നതായ ദൈവത്തിൻ്റെ സ്തോത്രം ആലയത്തിൽ, അത് സെരുബാബേലിൻ്റെ ആലയമാകട്ടെ, ഹെരോദാവിൻ്റെ ആലയമാകട്ടെ, യാഗപീഠത്തിൽ മുഴുവൻ സ്തോത്രം രക്തം ഇതാ നിറഞ്ഞു കിടന്നു. അതെ, ഏദൻ തോട്ടം തുടങ്ങി സ്തോത്രം AD 70 ദേവാലയം പൊളിക്കപ്പെടുന്നത് വരെ, AD 70 ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ വന്ന് ദേവാലയം പൊളിക്കപ്പെടുന്നത് വരെ സ്തോത്രം യാഗപീഠത്തിൽ രക്തം നിറഞ്ഞു നിന്നു. സ്തോത്രം. ആ നിറഞ്ഞു നിന്നതായ രക്തങ്ങൾ 5
5 യാഗങ്ങളിലൂടെയാണ് വെളിപ്പെട്ടത്. 5 യാഗങ്ങളിലൂടെയാണ് വെളിപ്പെട്ടത്. മറന്നു പോകല്ലേ, 5 യാഗങ്ങൾ എവിടെ എഴുതിയിരിക്കുന്നു? ലേവ്യാപുസ്തകം ആദ്യത്തെ 7 അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്ന 5 സ്തോത്രം യാഗങ്ങൾ. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അതെ, ലേവ്യാപുസ്തകം 1-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായം വരെ ദൈവം നിഷ്കർഷിച്ചിരുന്നതായ, ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിച്ച, ജനത്തിൻ്റെ സന്നിധികൾ ജനത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതായ 5 യാഗങ്ങൾ. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കും വെറും കൈയോടെ വരുവാൻ കഴിയാത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചുമ്മാ വരരുത് എന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. വെറും കൈയോടെ ആരും വരല്. പകരം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനാണ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് എടുക്കുന്ന പുസ്തകമല്ല, ബൈബിൾ കൾച്ചർ എടുക്കുന്നതല്ല, പകരം ബൈബിൾ കൾച്ചർ കൊടുക്കുന്നതത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോഴാണ് സ്തോത്രം ദൈവം അതേ നിന്റെ ജീവിതത്തിൽ നിറയ്ക്കേണ്ടതിന് നിറച്ച് നിന്നെ ഒരു അനുഗ്രഹപാത്രമാക്കുന്നത്. എല്ലാ അനുഗ്രഹപാത്രങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, ദൈവത്തിന് അനുഗ്രഹം ചുമക്കുമ്പോൾ, അതെ, ദൈവത്തിന് അനുഗ്രഹം ചുമക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോഴാണ്. ഞാൻ നിങ്ങളുടെ പണം മാത്രമല്ല പറയുന്നത്, നമ്മുടെ ജീവിതമേ ഒരു യാഗമാകട്ടെ. തലക്കെട്ടതാണ്, ജീവിതമേ യാഗമാകട്ടെ. സോ 5 യാഗങ്ങളാണ് ബാബു ബ്രദർ, 5 യാഗങ്ങളാണ് ദൈവം സ്തോത്രം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദൈവം സ്ഥാപിച്ചത് 5 യാഗങ്ങളാണ്. എവിടെയാണോ 5 എന്ന് കാണുന്നത്, അത് ദൈവത്തിൻ്റെ കൃപയാണ് കുറിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആവർത്തിക്കട്ടെ, സ്തോത്രം. ആവർത്തന വിശ്വസതയോടെ വീണ്ടും തുടരട്ടെ. 5 എന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ് കാണിക്കുന്നത്. എങ്ങനെ പറയാൻ കഴിയും ദൈവകൃപയെന്ന്? 5 ആദ്യത്തെ 5 ദിവസങ്ങളിൽ, സൃഷ്ടിയുടെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ സകലതും ദൈവം സ്തോത്രം സൃഷ്ടിച്ചു. നിങ്ങളുടെ കത്രിക്കയാകട്ടെ, വെണ്ടയ്ക്കയാകട്ടെ, പച്ചമുളകാകട്ടെ, നിങ്ങളുടെ സ്തോത്രം അതെ വാളംപുളിയാകട്ടെ, ഇല്ല കൊടംപുളിയാകട്ടെ, നിങ്ങളുടെ കരിവേപ്പില ആകട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചിട്ടാണ് ഒടുവിലായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും മക്കളെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ അപ്പച്ചൻ്റെ കലവറയിൽ നിറഞ്ഞു കഴിഞ്ഞ്. ഹല്ലേലൂയ. ഇനി ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി നീയല്ല കാത്തിരിക്കുക, ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി നീയല്ല കാത്തിരിക്കേണ്ടത്. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ അന്യൻ്റെ മുൻപിൽ സൈഡിൽ കൈ നീട്ടാതെ ദൈവം കലവറകളെ തുറന്ന് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കമാൻ, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ നന്ദി പറഞ്ഞേ. 5 ദിവസം മനുഷ്യൻ ആവശ്യമുള്ള സകലത ദൈവം കരുതിയിട്ട്, ദൈവം സ്തോത്രം സൃഷ്ടിച്ചിട്ട്, 6-ാം ദിവസം ദൈവം സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ, നമ്പർ 5 സ്തോത്രം 5 എപ്പോഴും ദൈവത്തിൻ്റെ കൃപയാണ് അത് സ്തോത്രം നിലനിർത്തുന്നത്. തിരുവചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു, 5 കാര്യങ്ങളെ നീ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നാട്ടെ. ദൈവം പറയുകയാണ്, അബ്രഹാമേ, 5 കാര്യങ്ങളെ നീ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാട്ടെ. നിൻ്റെ ആവശ്യം അല്ല, നിൻ്റെ അത്യാവശ്യം എനിക്കറിയാം. നിനക്ക് സന്താനമില്ല. നീ പറയുന്നു സ്തോത്രമാ ദമേശക്കുകാരനാകുന്ന എലയാസറായിരിക്കും എൻ്റെ അനന്തരാവകാശി എന്ന് നീ പറയുകയാണ്. എന്നാൽ ദമേശക്കുകാരനായ എലയാസറിൻ്റെ കീഴിലല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ പേരിൽ ഒരു അനുഗ്രഹമുണ്ട്. കമോൺ, നിന്റെ പേരിൽ ഈ പട്ടണത്തിൽ, നിന്റെ പേരിൽ ചില പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ഓഹരികളെ ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷെ വെറും കൈയോടെ വന്നാൽ അത് നടക്കത്തില്ല. നിന്റെ പേരിൽ ആ അനുഗ്രഹം നാട്ടുകാർ കാണുക ഞാൻ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. അതെ, കം ടു മീ വിത്ത് 5 തിങ്സ്, 5 വിധത്തിലുള്ളതായ സാക്രിഫൈസസ് ആയി നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാട്ടെ. അബ്രഹാം അന്ന് 5 കാര്യങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലെ യാഗങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, ഒരു കുഞ്ഞു പോലും അബ്രഹാമിനില്ല, ഇസഹാക്ക് ജനിച്ചിട്ടില്ല. എന്നാൽ 5 കാര്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ 5 നൂറ്റാണ്ടിനപ്പുറം ഉള്ളതായ ഒരു ദൂത് ദൈവം ഇതാ കൈമാറുകയാണ്. 5 നൂറ്റാണ്ടിന് അപ്പുറമുള്ള ഒരു വാഗ്ദത്തം ദൈവം അബ്രഹാമിനെ നോക്കി പറയുകയാണ്. മറന്നു പോകില്ല, എപ്പോഴാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ട ആരാധന, സ്തുതി, സ്തോത്രം നീ നൽകുന്നത്, കർത്താവ് കൈയും കെട്ടി വെറുതെ ഇരിക്കത്തില്ല. അവൻ നിശ്ചയമായി നിന്റെ ഭാവിയെക്കുറിച്ചുള്ളതായ, നിന്റെ ജീവിതം മാറുന്നതായ ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ അവൻ കൈമാറുക തന്നെ ചെയ്യും.
ദൈവം പറഞ്ഞു 5 കാര്യങ്ങൾ നീ എൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നത് കൊണ്ട് അതേ ദൈവം 500 വർഷങ്ങൾക്ക് ശേഷം 5 നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ളതായ അബ്രഹാമിൻ്റെ സന്തതിയെക്കുറിച്ച് പറഞ്ഞു. 400 സംവത്സരം നിന്റെ സന്താനം അന്യദേശത്തെ സേവിക്കും. Then after that, അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ സന്ദർശിക്കും. Then they will come out with a great substance. വളരെ നിക്ഷേപത്തോടെ അവർ പുറത്തു വരും. സഹോദരി സഹോദരന്മാരെ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ സ്തോത്രം ഈജിപ്തിനെ കൊള്ളയിട്ട് അബ്രഹാമിന്റെ സന്തതി പുറത്തു വന്നു. 5 അത് ദൈവ കൃപയുടെ സംഖ്യയാത്രേ. ഇന്ന് പകലും കൊടുക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ സ്തോത്രം നുഖങ്ങൾ തകർക്കപ്പെടും, വിടുതലുകൾ നടക്കും, വാഗ്ദത്തങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. ഗിഫ്റ്റ് എക്സ്ചേഞ്ചും വെൽത്ത് എക്സ്ചേഞ്ചും ആത്മമണ്ഡലത്തിൽ ദൈവകൃപയാൽ സംഭവിക്കും. മനസ്സിലായവർ മാത്രം ധന കൈമാറ്റങ്ങൾ സംഭവിക്കും. യെസ്, ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. 5 അത് ദൈവകൃപയുടെ സംഖ്യയാണ്. വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എല്ലാ താഴ്വരയിൽ മല്ലൻ്റെ മുൻപിൽ ആ പയ്യൻ നിൽക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ തൈലത്തിൻ്റെ ഗന്ധം വിട്ടുമാറാത്ത പയ്യൻ്റെ കയ്യിൽ 5 കല്ലുകളാണുള്ളത്. 5 അത് കൃപയുടെ സംഖ്യയാണ്. കൃപയുള്ളവൻ ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് നിന്നാൽ മല്ലൻ വീണിരിക്കും. നിങ്ങൾ ചിലരെ നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ ജൈന്റ് കില്ലേഴ്സായി. ഈ തലമുറയിൽ ജൈന്റ് കില്ലേഴ്സായി. കൃപയാൽ ദൈവം നിന്നെ നിർത്തുവാൻ പോകുന്നു. സന്തോഷമുണ്ടെങ്കിൽ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. 5 കല്ലുമായി ദാവീദ് എഴുന്നേറ്റ് നിന്നു. വീണ്ടും തിരുവചനം പറയുന്നു, സ്തോത്രം, ബെഥസ്ദാ കുളത്തിന് 5 പോർച്ചസ് ആണ് ഉണ്ടായിരുന്നത്. 5 മണ്ഡപങ്ങളാണ് ബെഥസ്ദാ കുളത്തിന് ഉണ്ടായിരുന്നത്. മലാക്കി മുതൽ മത്തായി വരെ വേറെ ഒരു ചലനവുമില്ലാതിരിക്കുമ്പോൾ, മലാക്കി മുതൽ മത്തായി വരെ ദൂതൻ ഇറങ്ങിയില്ല, പ്രവാചകൻ എഴുന്നേറ്റില്ല. വേറെ ഒരു ചലവുമില്ലാതിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലും ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇറങ്ങി കാത്തുകിടന്നതായ ചിലരെ സൗഖ്യമാക്കി. ഇൻ ജീസസിനെ വേറെ ഒരുത്തൻ്റെ ചർച്ചിൽ ഒന്നും നടക്കുന്നില്ല, വേറൊരുത്തൻ്റെ മിനിസ്ട്രി ചലിക്കുന്നില്ല, വേറൊരുത്തൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും ഒന്നും നടക്കുന്നില്ല. മറ്റുള്ളവർ പാരാലിസിസ് ആകുന്നെങ്കിൽ നോ, എൻ്റെ കർത്താവ് അവൻ പുനരുദ്ധാനവും ജീവനുമാണ്. ഹല്ലേലൂയ. കം ഓൺ, ഹല്ലേലൂയ. എല്ലാ ആത്മീയ പാപ്പരത്തങ്ങളും എല്ലാ ആത്മീയ പാരാലിസിസും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അത് എടുത്തു മാറ്റുന്നു. ചാവാറായ ശേഷിപ്പുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചാവാറായ ശേഷിപ്പുകൾ ശക്തിപ്പെടട്ടെ. വേറെ ഒരിടത്തും ചലനമില്ല, വേറെ ഒരു ബിസിനസ്സിലും ചലനമില്ല. പക്ഷെ ഇവിടെ ദൂതൻ ഇറങ്ങുന്നു, വെള്ളം കലക്കുന്നു. ഈ ആഴ്ച ഏറ്റെടുക്കണം, ദൂതൻ ഇറങ്ങാൻ പോവാണ്. സ്റ്റക്കായി കിടക്കുന്ന സകലതം ചലിക്കാൻ പോവാ. സ്റ്റക്കായി കിടക്കുന്ന ധനം, സ്റ്റക്കായി കിടക്കുന്ന അവസ്ഥകൾ ഇൻ ജീസസ് നെയിം ഏറ്റെടുക്കണം. ദൂതാണ് ഇൻ ജീസസ് നെയിം. സദ്വർത്തമാനം 5 അത് കൃപയാണ്. സ്തോത്രം. വീണ്ടും തിരുവചനം പറയുന്നു, അതെ, യെശയ്യാ പ്രവചനം 9-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം, മെശിഹായുടെ 5 നാമങ്ങളാണ് പ്രവാചകനാകുന്ന യെശയ്യാവ് പറഞ്ഞത്. യെശയ്യാ 9:6 വായിക്കുമ്പോൾ, വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ ആൻഡ് പ്രിൻസ് ഓഫ് പീസ്. അവൻ അത്ഭുതവാൻ, അതെ, ആലോചനയുടെ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ട്രാൻസ്ലേഷൻ തെറ്റാണ് മലയാളത്തിൽ. അവൻ അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മെശിഹായ്ക്ക് 5 നാമങ്ങളാണ് ഉള്ളത്. അതെ, അവൻ കൃപയാൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം കൃപ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമ സഭയ്ക്ക് 5 ശുശ്രൂഷകളാണുള്ളത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് സുവിശേഷകന്മാർ, 4-ാമത് ഇടയന്മാർ, 5-ാമത് ഉപദേഷ്ടാക്കന്മാർ. കമാൺ, നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കുകയാണ്. കമാൺ, ഇന്ന് പകൽക്കാലം ഞാൻ ഈ പട്ടണത്തെ നോക്കി പ്രവചിക്കുന്നു. Let the Gideonic army, let them rise up in Jesus name. ഗിദെയോൻ സൈന്യം എഴുന്നേറ്റ് വരട്ടെ.
അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ ദൈവകൃപയാൽ എഴുന്നേറ്റ് വരട്ടെ. അങ്ങനെ 5ന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ധാരാളം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞു പോകുവാൻ തക്കോണം കഴിയും. ഒടുവിലായി പറയട്ടെ, there are 5 sacrifices. അബ്രഹാമിന്റെ കയ്യിൽ 5 യാഗങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ലേവ്യാപുസ്തകം 1 മുതൽ 7 വരെ 5 യാഗങ്ങളാണ്. ദാവീദിന്റെ കയ്യിൽ 5 കല്ലുകൾ ഉണ്ടായിരുന്നത് പോലെ അതേ സ്തോത്രം ദൈവജനത്തിന്റെ കയ്യിൽ അതേ 5 യാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്തോത്രം. അതെ, 5 ദിവസം കൊണ്ട് മനുഷ്യൻ ആവശ്യമുള്ള സകലതും ദൈവം സൃഷ്ടിച്ചു എങ്കിൽ ആ സൃഷ്ടിച്ച മനുഷ്യനെ പാലിപ്പാൻ വേണ്ടി കൊടുത്തിരുന്നതായ കാര്യാദികളിൽ നിന്ന് 5 തരത്തിലുള്ള യാഗങ്ങളാണ് ദൈവം പ്രതീക്ഷിച്ചത്. ആ 5 യാഗങ്ങൾ ഏതൊക്കെയാണ്? ചിലത് നമുക്ക് ചിന്തിച്ചു പോകാം. എല്ലാ വാച്യം യേശുവിൻ നാമത്തിൽ നിൽക്കട്ടെ. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ അതേ പറഞ്ഞിരിക്കുന്നതായിരിക്കും. സ്തോത്രം. എനിക്ക് ബ്രേക്ക് കുറവാണ്. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നാട്ടെ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നമ്പർ 1 ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് ബേൺഡ് ഓഫറിംഗ് അഥവാ ഹോമയാഗം. എല്ലാവരും പറഞ്ഞാട്ടെ, ഹോമയാഗം. കേട്ടിട്ടുണ്ട്? ഹോമയാഗം, ഹോമയാഗം. സ്തോത്രം. എന്താ ഹോമയാഗം? എവിടെയാണ് നിങ്ങൾ ആദ്യമായി കേട്ടത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഹേ അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്നതായ ഈ ഈസഹാക്കിനെ, ഇസ്മായിലിനെ അല്ല, ഈസഹാക്കിനെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മോര്യാമലയിൽ കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 7 വരെയാണ് ഹോമയാഗത്തെക്കുറിച്ച് പുസ്തകത്തിൽ ദൈവം പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഒന്നാമത്തെ യാഗമായി ദൈവം സ്തോത്രം മോശയോട് പറഞ്ഞു തുടങ്ങുന്ന യാഗമാണ് ബേൺഡ് ഓഫറിംഗ് അഥവാ ഹോമയാഗം. ഇൻ ജനറലായി ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇൻ ജനറലായി പൊതുവായി എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ സമർപ്പണത്തെ വെളിപ്പെടുത്തുവാൻ, ഞാൻ ആവർത്തിക്കട്ടെ, ഒരിക്കൽ കൂടെ തങ്ങളുടെ സമർപ്പണത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ജനമാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ വിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ഐ സറണ്ടർ ഓൾ. ഞാൻ എന്നെയും എനിക്കുള്ളതിനെയും എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ഇന്നത്തെയും എൻ്റെ നാളത്തെയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നതിന് അടയാളമായി അവരിതാ ബേൺഡ് ഓഫറിംഗ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു, ഹോമയാഗം കൊണ്ടുവരുന്നു. കമോൺ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഇന്നത്തെയും നിങ്ങളുടെ നാളത്തെയും നിങ്ങളുടെ വർത്തമാനത്തെയും നിങ്ങളുടെ ഭാവിയെയും ദൈവകരത്തിൽ കൊടുത്തവർ കരങ്ങളെ ഉയർത്തിയാടെ. യെസ്, എങ്കിൽ രക്ഷപ്പെട്ടു. വല്ല ബോയ് ഫ്രണ്ടിൻ്റെയും ഗേൾ ഫ്രണ്ടിൻ്റെയും വല്ല ബോസിൻ്റെയും വല്ല കമ്പനിയുടെയും കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ ആണിപ്പഴുതുള്ള കർത്താവിൻ്റെ കരത്തിൽ നിന്റെ ജീവിതത്തെ ആണിപ്പടുത്തുള്ള കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ നീ സുരക്ഷിതനായിരിക്കും. ഓ, ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതനായിരിക്കും. അബ്രഹാം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, എൻ്റെ ഇസ്മായേൽ പോയ ദുഃഖം തീരുന്നതിന് മുൻപ്, ഒരു ചെറിയ ദുഃഖം തീരുന്നതിന് മുൻപ്, ചെറിയ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് ജീവിതത്തെ അപ്പാടെ ഒലച്ചു കളയുന്ന ഒരു ഭയങ്കരം വെല്ലുവിളി, ഭയങ്കര മുറിവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ വിചാരിച്ചു ഇസ്മായേൽ പോയതുപോലെ ഈ ചെറുക്കനും പോകുമെന്ന്. ആര്? ഇസഹാക്കും പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ശ്രദ്ധിക്ക്, ഇസ്മായേൽ പോയതുപോലെ സ്തോത്രം അതെ ഇസഹാക്കും പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൻ ചാരമാകാൻ ദൈവം സമ്മതിച്ചില്ല, അവൻ ചാമ്പലാകാൻ ദൈവം സമ്മതിച്ചില്ല. വായ്? ഞാൻ ദൈവത്തിൻ്റെ കരത്തിൽ അവനെ കൊടുത്തത് കൊണ്ട്. റൈറ്റ്? യാഗപീഠത്തിൽ അവൻ ബന്ധിച്ച് കിടത്തി. അർത്ഥം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തത് കൊണ്ട്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടല്ലെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ധനത്തെ, നിന്റെ ആരോഗ്യത്തെ, എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നത് നഷ്ടപ്പെടല്ല എന്ന താല്പര്യമുള്ളവർ മനുഷ്യന്റെ കയ്യിലല്ല, ഇതിന് ഓപ്പോസിറ്റുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കയ്യിലല്ല. യഥാർത്ഥ ഇൻഷുറൻസ് കോർപ്പറേഷൻ, യഥാർത്ഥ സുരക്ഷിതം അപ്പുറത്തല്ല, അങ്ങ് ദൂരെയാണ്. അവനിന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവനെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ജീസൻ മുന്നിലേക്ക് കടന്നു വന്ന് ഐ സറണ്ടർ ഓൾ, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പാടിയാൽ നിങ്ങൾ എല്ലാവരും കരങ്ങളെ ഉയർത്തുക.
നിങ്ങളെല്ലാവരും കരങ്ങളെ ഉയർത്തുക. ഐ സറണ്ടർ ഓൾ. നമ്മൾ യുദ്ധങ്ങൾ നടക്കുമ്പോൾ കാണുകയാണ്, അമേരിക്കൻ സൈന്യത്തിന് മുൻപിൽ ഇറാഖ് അതേ സ്തോത്രം കരങ്ങൾ ഉയർത്തി സറണ്ടറായി. നാസി ജർമ്മനി സഖ്യകക്ഷികളെ മുൻപിൽ കരങ്ങൾ ഉയർത്തി സറണ്ടറായി. നിങ്ങൾ ഞാനും ലോകത്തിൻ്റെ മുൻപിലല്ല, സാത്താൻ്റെ മുൻപിലല്ല, വെല്ലുവിളികളെയും പ്രശ്നത്തിൻ്റെയും രോഗത്തിൻ്റെ മുൻപിലല്ല, ആശുപത്രികളുടെ മുൻപിലല്ല, പകരം രാജാധിരാജാവ് യേശുവിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തി നമ്മൾ സറണ്ടറാകണം. ദൂത് ദൈവത്തിൻ്റെ മുൻപിൽ സറണ്ടർ ആകുന്നവൻ ഒന്നിൻ്റെ മുൻപിലും ഒരുത്തൻ്റെ മുൻപിലും സറണ്ടർ ആകത്തില്ല. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ മുൻപിൽ സറണ്ടർ ആകുന്നവൻ ആരുടെ മുൻപിലും സറണ്ടർ ആകത്തില്ല. ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. റിയലി ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ തോൽക്കണം. പോയി സ്തോത്രം. ലോകത്തിന് മുൻപിൽ തോൽക്കുന്നവനല്ല, പകരം ദൈവത്തിന് മുൻപിൽ തോൽക്കുമ്പോൾ ദൈവത്തിന് മുൻപിൽ തോറ്റവനെ ദൈവം ലോകത്തിന് മുൻപിൽ ജയിപ്പിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന് മുൻപിൽ തോറ്റിട്ട് പറയണം, പറ്റത്തില്ല കർത്താവേ, പറ്റത്തില്ല, കൃപയില്ലാതെ നടക്കത്തില്ല, അങ്ങില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകത്തില്ല, അങ്ങില്ലാതെ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയത്തില്ല, അങ്ങില്ലാതെ എനിക്ക് ചലിപ്പാൻ കഴിയത്തില്ല. ദാൻ എവർ ബിഫോർ, മറ്റേതൊരു ദിവസത്തെക്കാലം, ഏതൊരു സമയത്തെക്കാലം അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യം, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യം. കമാൻ, അങ്ങയുടെ കഴിവ് എനിക്ക് ആവശ്യം. അങ്ങില്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. യെസ്, നീ തോൽക്കാൻ, അങ്ങനെ കരയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നീ തോൽക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കയില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ബേൺഡ് ഓഫറിങ്ങിന് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ഹോല, HOLA. സ്തോത്രം. ബേൺഡ് ഓഫറിങ്ങിന്, ഹോമയാഗത്തിന് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ഹോല. നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം, സ്തോത്രം, അതെ ഹോല. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നതായ സമയത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സ്തോത്രം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം സ്തോത്രം അവരുടെ വിഷപ്പുകയിട്ട് അവരെ ഇതാ കൊന്നുകളയും. അപ്പോൾ ഇതാ ചിമ്മിനിയിലൂടെ മുകളിലേക്ക് പോകുകയാണ്, ചാരം താഴേക്ക് വീഴുകയാണ്. സോ അത് കണ്ടു നിൽക്കുന്നതായ യഹൂദ റബിമാർ, അതുപോലെ മറ്റ് യഹൂദന്മാർ, അവരെല്ലാവരും അടുത്ത് തങ്ങളുടെ ഊഴം കാത്തിരിക്കുകയാണ്. തങ്ങളുടെ മുൻപിലുള്ളതായ മറ്റുള്ളവർ ഇതാ ഗ്യാസ് ചേംബറിലേക്ക് പോയി അവർ ചാരമായി. അവിടെ ചാരം താഴേക്ക് വരുന്നു, അവിടെ പുക മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ റബിമാർ ചോദിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓ ലോർഡ്, ആർ യു പ്ലീസ്ഡ് വിത്ത് ഓല? മീനിങ്, ആർ യു പ്ലീസ്ഡ് വിത്ത് ദിസ് ബേൺഡ് ഓഫറിംഗ്? ഈ സ്തോത്രം, അതെ, ഈ ഹോമയാഗം കൊണ്ട് അങ്ങ്, ഈ ഹോമയാഗത്തിൽ അങ്ങ് പ്രസാദിച്ചിരിക്കുന്നു, ഈ ഹോമയാഗത്തിൽ അങ്ങ് പ്രസാദിച്ചിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ സ്തോത്രം ആകുമ്പോൾ, പലപ്പോഴും നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ചാരമായി തീരുമ്പോൾ, നമ്മളെല്ലാം തീരുമ്പോൾ പലരും പറയും നോ, അവസാനിച്ചു. നോ, അവസാനിക്കത്തില്ല. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുന്നവരാണോ നിങ്ങളുടെ അവസാനങ്ങൾ മുഴുവൻ ആരംഭങ്ങളായി തീരെ. നിങ്ങളുടെ അവസാനങ്ങൾ മുഴുവൻ ആരംഭങ്ങളാകും. പതിനായിരക്കണക്കിന് അല്ലല്ലോ, ലക്ഷക്കണക്കിന്, 60 ലക്ഷം യഹൂദന്മാർ ഇവണ്ണം സ്തോത്രം ഹോല ആയിത്തീരുന്നു, ബേൺഡ് ഓഫറിംഗ് ആയിത്തീരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം ഹോളോകോസ് എന്ന പദം അങ്ങനെയാണ് ഉണ്ടായത്. ഹോല, ബേൺഡ് ഓഫറിംഗ്, ഹോളോകോസ്. സ്തോത്രം എന്ന അബ്രഹാമിൻ്റെ സന്തതി തീർന്നോ? നോ, ഹമാസ് തീരാറായി, ഹിസ്ബുള്ള തീരാറായി. മലബാർ നന്നായി കേൾക്കട്ടെ ഒരിക്കൽ കൂടെ. ഹമാസ് തീരാറായി, ഹിസ്ബുള്ള തീരാറായി. എൻ്റെ ദൈവം തീരത്തില്ല, ദൈവത്തിൻ്റെ മക്കളും തീരത്തില്ല. അവർ അതുകൊണ്ട് ഇന്നും ഹോല, അവൻ ചാരമായി, അവൾ പുകയായി, അവൻ പുകയായി, അവൾ ചാരമായി. നോ, ഇത് നിന്റെ അവസാനമല്ല, അടുത്ത ലെവലിലേക്കുള്ള ആരംഭം മാത്രമേ. ഇത് നിന്റെ അവസാനമല്ല, നിനക്കിനിയും ജീവിതമുണ്ട്, ഇനിയും നന്മയുണ്ട്. ബേൺഡ് ഓഫറിംഗ്, സ്തോത്രം, അതെ, ഹോള എന്നറിയപ്പെടുന്നതായ ഹോമയാഗം. 2 കരങ്ങളിൽ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്.
ഹല്ലേലൂയ. നമ്പർ 2, രണ്ടാമത്തെ യാഗമാണ്. 5 യാഗങ്ങളിൽ രണ്ടാമത്തെ യാഗമാണ് മിൻക, MINCA, മിൻക, മീൽ ഓഫറിംഗ് അഥവാ ഭോജനയാഗം. മീൽ ഓഫറിംഗ്, സ്തോത്രം. മീൽ ഓഫറിംഗിന്റെ പ്രത്യേകത എന്താണ്? ഭോജനയാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിച്ചു എങ്കിൽ, ദൈവം നിന്നെ അനുഗ്രഹിച്ചുവെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ ഭാഗമായി നന്ദി സൂചകമായി നൽകുന്നതാണ് സ്തോത്രം ഭോജനയാഗം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാടെ. അയ്യോ, പോക്കറ്റ് കാലിയാ ബ്രദർ, സ്തോത്രം. അതെ, പണമില്ല ബ്രദർ, അക്കൗണ്ട് തീരാറായി ബ്രദർ. നോ, അതല്ല അനുഗ്രഹം. അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഐ ടോട്ടലി അഗ്രി വിത്ത് യു. പണം എന്ന് പറയുന്നത് പല അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ദൈവകൃപയാൽ ഇന്ന് ജീവനിലൂടെ ദേശത്തായിരിക്കുന്നത് വലിയൊരു അനുഗ്രഹം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന പലർക്ക് കണ്ണ് തുറക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്കും നിനക്കും നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റി, നമുക്ക് തല അനക്കാൻ പറ്റി. നമ്മളെപ്പോലെ ഇന്നലെ രാത്രി ഇറങ്ങിയ പലരെ സ്ട്രോക്ക് അടിച്ച് സ്തോത്രം പാരാലിസിസ് ആയിപ്പോയി. പക്ഷെ നമ്മൾ തല അനക്കി, നമ്മൾ ശരീരം ചലിപ്പിച്ചു. ആരോ വന്ന് നമ്മളെ എണീപ്പിച്ചല്ല ഇരുത്ത്, നമ്മളങ്ങ് എണീക്കുകയായിരുന്നു. ഓ കമോൺ, അനുഗ്രഹം, അനുഗ്രഹം. അനുഗ്രഹിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് 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 യെസ്. ആരോ ഇന്ന് രാവിലെ നിന്നെ വസ്ത്രം ധരിപ്പിക്കുകയല്ല, നീ തന്നെ അങ്ങ് ധരിക്കുകയായിരുന്നു. ഓ കമാൻ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി കിടന്നതായ പലരെ ഏതോ ഹോം നഴ്സ്, ഏതോ കുടുംബാംഗങ്ങളെ വന്ന് വസ്ത്രം ധരിപ്പിച്ചപ്പോൾ വസ്ത്രം ധരിപ്പാനുള്ളതായ ആരോഗ്യം നിനക്ക് നൽകി. ലഭിച്ചതായ ചായയെ രുചി നോക്കി അല്ലെങ്കിൽ കോഫിയെ രുചി നോക്കി കുടിപ്പാൻ നിനക്ക് കഴിഞ്ഞു. പലർക്കും അത് കഴിഞ്ഞില്ല. പലർക്കും ഒരു കിഴുത്ത ഉണ്ടാക്കി അതിലൂടെ താഴേക്ക് ഇറക്കിയപ്പോൾ ഓ കമാൻ, ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ. അതിൻ്റെ രുചി മനസ്സിലാക്കി അത് കുടിപ്പാൻ, ആഹാരം കഴിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകി. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തത്തിന് മറവിൽ, കർത്താവിൻ്റെ മഹത്വത്തിന് മറവിൽ ഈ ജനത്തെ മറച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ ഓ പരസഹായം ഞങ്ങൾക്ക് വേണ്ട. ഈ ഹാളിലായിരിക്കുന്ന, ഈ ഓൺലൈൻ ശ്രദ്ധിക്കുന്ന എല്ലാ പിതാവിൻ്റെ മേൽ, എല്ലാ മാതാവിൻ്റെ മേൽ, എല്ലാ സഹോദരങ്ങളുടെ മേൽ പരസഹായമില്ലാതെ ഞങ്ങൾ ജീവിക്കട്ടെ. ഹോംനെസ് ഇല്ലാത്ത ഒരു ഭവനമായി ഞങ്ങളുടെ ഭവനമായിരിക്കട്ടെ. പാരാലിസിസ് ഞങ്ങൾക്കുള്ളതല്ല, സ്ട്രോക്ക് ഞങ്ങൾക്കുള്ളതല്ല, രക്തം കട്ടിപിടിക്കുന്നതായ ബലഹീനതകൾ തലച്ചോറിലില്ല. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക ആരോഗ്യം ഈ ജനത്തിലേക്ക്, ഈ സഭായോഗത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജനത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഐ റിലീസ് ഗോഡ്ലി ഹീലിംഗ് ഓവർ യുവർ പീപ്പിൾ. അങ്ങനെ ആരോഗ്യം ഈ ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നത് പോലെ വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ ഈ ജനത്തെ ഇപ്പോൾ സൗഖ്യമാക്കിയാട്ടെ. കരങ്ങളെ അടിച്ചാ വിടുതൽ ഏറ്റെടുക്കും. കമാൺ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ കരങ്ങളടിച്ച് ആമേൻ. മീൽ ഓഫറിംഗ്, ഭോജനയാഗം. ലേവ്യപുസ്തകം 2 അധ്യായം 1 മുതൽ 16 വരെ, ലേവ്യപുസ്തകം 6 അധ്യായം 14 മുതൽ 23 വരെ, ലേവ്യപുസ്തകം 2 അധ്യായം 6 അധ്യായം, ആ 2 അധ്യായങ്ങൾ ആവർത്തിച്ച് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഭോജനയാഗം നിങ്ങൾക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിൽ ഒരു ഭോജനയാഗം, എ മീൽ ഓഫറിംഗ്. 3.5 വർഷക്കാലം ഏലിയാവ് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഏലിയാവിന് പരസ്യത്തിൽ പ്രാർത്ഥിപ്പാൻ ഒരവസരം ദൈവം കൊടുത്തു. കമാൺ, ആരോടോ ഇന്ന് പകൽക്കാലം എനിക്ക് പ്രവചിപ്പാനുള്ളത്, പ്രതീക്ഷിക്കാത്ത ചില പ്ലാറ്റ്ഫോംസ് ദൈവം നിനക്ക് നൽകാൻ വേണ്ടി പോകുകയാണ്. ഏറ്റെടുക്ക്. ഞാൻ എന്നെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ് പറഞ്ഞേ. യെസ് 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 യെസ്. കർമേൽ പ്രതീക്ഷിക്കാത്ത പ്ലാറ്റ്ഫോം, രഹസ്യത്തിൽ ദൈവം ഒരുക്കിയ ചില പ്രവാചകന്മാർ എൻ്റെ മുൻപിലുണ്ട്. രഹസ്യത്തിൽ ദൈവം ഒരുക്കുന്ന ചില പ്രവാചകന്മാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഏലിയാവിൻ്റെ ദൈവം പറയുന്നു, നീ രഹസ്യത്തിൽ തിരശ്ശീലയ്ക്ക് പിൻപിലിരുന്ന സീസൺ കഴിഞ്ഞു. ഇതാ നിന്റെ ഭോജനയാഗത്തിൻ്റെ ടൈമിൽ നീ പരസ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് നീ പ്രാർത്ഥിക്കും. നീ രഹസ്യത്തിൽ ഇത്രയും നാൾ പ്രാർത്ഥിച്ചവൻ ഭോജനയാഗത്തിൻ്റെ ടൈമിൽ പരസ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, അഗ്നി വീണു.
ഭോജനയാഗം. ഇറ്റ്സ് ആൻ ഓഫറിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സമയമില്ല, പെട്ടെന്ന് പോകട്ടെ. നമ്പർ 3, മൂന്നാമത്തെ പീസ് ഓഫറിംഗ് അഥവാ സ്തോത്രം സമാധാനയാഗം. പീസ് ഓഫറിംഗ് സമാധാനയാഗം. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെ. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 36 വരെ. ലേവ്യ പുസ്തകം 7, 11 മുതൽ 36 വരെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. പീസ് ഓഫറിംഗ് സമാധാനയാഗം. എന്താ സ്തോത്രം സമാധാനയാഗം? ഇസ്രായേൽ സ്തോത്രം ദേവാലയത്തിലേക്ക് വരുന്നത്, അവർ ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുള്ളവരാണ് സമാധാനയാഗം അർപ്പിക്കുന്നത്. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ വീട്ടുകാരോട് നിനക്ക് സമാധാനം ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ, ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ കൂട്ടുകാരോടും സമാധാനമുണ്ടായിരിക്കും. മറ്റുള്ളവരെ ചൊറിയുന്ന, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന, എന്നും തർക്കിച്ചും വാദിച്ചും ഇരിക്കുന്ന സ്തോത്രം ആ പ്രവണതയുള്ളല്ലോ, അത് മാനുഷികമല്ല, അത് പൈശാചികമത്രേ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിച്ച് ഇറക്കിവിട്. ആ തർക്കവും വാദവും ഇറങ്ങിപ്പോകട്ടെ. അത് നിന്റെ ഫ്രണ്ട് അല്ല, അത് നിന്റെ എനിമിയാണ്. അത് നിന്റെ സ്നേഹിതനല്ല, അത് നിന്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിന്റെ ഭവനത്തിൽ കൊന്നുകളയുകയാണ്. അതുകൊണ്ട് you need to have a peace with God and with God's people. ദൈവത്തോടും ദൈവത്തിൻ്റെ ജനത്തോടും നിനക്ക് പീസ് വേണം, നിനക്ക് സമാധാനം ഉണ്ടായിരിക്കണം. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, സമാധാനം. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പേരുകൾ ഒന്ന് തന്നെ, യഹോവ ഷലോം. സ്തോത്രം, അവൻ സമാധാനത്തിൻ്റെ ദൈവം. അതെ, സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ഗോഡ് ഓഫ് പീസ്, ദൈവം സമാധാനത്തിൻ്റെ ദൈവം. യഹോവ ഷാലോം, അർത്ഥം ദൈവം സമാധാനത്തിൻ്റെ ദൈവം. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സഹോദരി സഹോദരന്മാരെ, പ്രോബ്ലത്തിൽ നീ കിടന്നത് മതി, പ്രശ്നങ്ങൾ നീ കിടന്നത് മതി, യുദ്ധങ്ങൾ നീ കണ്ടത് മതി. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്ക്. വില്ലൊടിച്ച്, കുന്തം മുറിച്ച്, രഥങ്ങളെ തീയിലിട്ട് ചുട്ട് കളയുന്ന ദൈവം സകല യുദ്ധങ്ങളെ, പ്രശ്നങ്ങളെ നിർത്തൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറ, സമാധാനത്തിൽ ജീവിക്കാം. പറഞ്ഞേ, മോത്തോക്കി പറ. പ്രശ്നങ്ങളിലല്ല, തർക്കങ്ങളിലല്ല, കേസിലല്ല, രോഗങ്ങളിലല്ല. ആ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, ഈ ആശുപത്രി, നോ. യേശുവിൻ്റെ നാമത്തിൽ അലകളും ഓളങ്ങളും ഇല്ലാത്ത സമുദ്രത്തിൻ്റെ തത്തുല്യമായി ജീവിതം ശുഭകരമായി മുന്നോട്ട് പോകാൻ, ഒരിക്കൽ കൂടെ ജീവിതം ശുഭകരമായി മുന്നോട്ട് പോകാൻ യഹോവ ഷാലോം ഉണ്ടാകട്ടെ. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ, എന്താ മിണ്ടാത്ത? ഈ പോയിന്റ് പറഞ്ഞപ്പോൾ പലരും ഇങ്ങനെ നാണിച്ചിരിക്കുന്ന പോലെ. കമാൻ, ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരോട് ഒരു സമാധാനം ഉണ്ടായിരിക്കും. പീസ് ഓഫറിംഗ്. ഫിലിപ്പിയ ലേഖനം 4:7. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പീസ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ സമാധാനം? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ സ്തോത്രം ഹൃദയങ്ങളിലും നിരവുകളിലും ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. എല്ലാ മനസ്സിൽ, എല്ലാ ചിന്താമണ്ഡലം വ്യാപരിക്കുന്ന റേജ്, ക്രോധം, ദേഷ്യം, ചിന്താമൺ. ചിലരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വടംവലി മത്സരം മനസ്സിൽ നടക്കുക. ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം, അതേ ചില പ്രഷർ കുക്കർ പോലെ അതേ കൺട്രോൾ നഷ്ടപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം വിട്ടുപോട്ടെ, അതെല്ലാം ഇറങ്ങിപ്പോകട്ടെ. സ്തോത്രം. അതെ, സകല ബുദ്ധിയും കവിയുന്ന, ആ വാക്യം ഒരിക്കൽ കൂടെ പറഞ്ഞു, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സമാധാനമുണ്ട്, വീട്ടിൽ സമാധാനമുണ്ട്. ആ വീട്ടിൽ തമ്മിലടിക്കുന്ന സകല അന്ധകാര പരീക്ഷകൾ, സഹോദരിമാർ മറ്റുള്ളവരോട് പറ, ഞാൻ സമാധാന പുത്രിയാണ്. സഹോദരന്മാർ പറഞ്ഞേ, ഞാൻ സമാധാന പുത്രനുമാണ്. പറഞ്ഞേ, ഹല്ലേലൂയ. പറയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ഞാനിവിടെ ഉണ്ടായിരിക്കും ഈ സർവീസിന് ശേഷം. അങ്ങനെയുള്ളവർ ദയവായി എന്നെ വന്ന് കണ്ടിട്ട് പോകുവാൻ ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് 4ാമത്തെ യാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പാപയാഗം, സിൻ ഓഫറിംഗ്. സ്തോത്രം. ബേൺഡ് ഓഫറിംഗ്, അതായത് ഹോമയാഗം. 2 ഭോജനയാഗം. 3 സമാധാനയാഗം. 4ാമത് പാപയാഗം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 5 വരെ. ലേവ്യ പുസ്തകം 4:1 മുതൽ 5 വരെ. ലേവ്യ പുസ്തകം 6:24 മുതൽ 30 വരെ. അവിടെ തിരുവചനം പറയുന്നു, സ്തോത്രം,
പാപയാഗം. ഇതുവരെ പറഞ്ഞത് സ്തോത്രം ഭോജനയാഗം. ജനറലായിട്ട് ദൈവസന്നിധിയിൽ അത് കടന്നു വരുന്ന എല്ലാവരും കൊണ്ടുവരണം. അതെ, ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ അതെ മീൽ ഓഫറിങ് ഭോജനയാഗം കൊണ്ടുവരുന്നു. അതെ, എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, കർത്താവിൻ്റെ സമാധാനത്തിൽ സൂക്ഷിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ സമാധാനയാഗം കൊണ്ടുവരുന്നു. സ്തോത്രം. നിങ്ങൾ മിക്കവാറും എല്ലാവരും വരുമ്പോൾ അതെ ഇങ്ങനെയുള്ള 3 യാഗമായിട്ടായിരിക്കും വരുന്നത്. കാത്തോളനെ പച്ച. എന്നാൽ കഴിഞ്ഞ ആഴ്ച വണ്ടി ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ 60 പോകേണ്ട സ്തോത്രം ആ റോഡിൽ ഒരുത്തൻ 25 പോകുന്നത്. ഡാ നിൻ്റെ കുടുംബത്തിൻ്റെ വകയാണോ റോഡ്? മാടാ, നമ്മൾ ഹോണിലങ്ങ് കൈ എടുത്തില്ല. അബ്രഹാമിന് കാൽ വയ്ക്കുന്നിടത്ത് അവകാശമായി കിട്ടി. ചിലരുടെ കൈ ഹോണിലാണ് ഇരിക്കുന്നത്. കച്ചട തപ്പ കക്ക പിപ്പി കുക്കു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി മാട. അങ്ങനെയുള്ള പാർട്ടികൾ ദേവാലയത്തിൽ വരുമ്പോൾ കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. അങ്ങനെയുള്ളവർ വരുമ്പോൾ അവർ പാപയാഗവുമായിട്ടാണ് വരുന്നത്. ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ണുറന്നോ? ഹല്ലേലൂയ. കണ്ടുപിടിച്ചേ കള്ളന്മാരെയും കള്ളികളെയും കണ്ടുപിടിച്ചേ പാപയാഗവുമായി ദേവാലയത്തിൽ കടന്നു വന്ന് ആ മൃഗത്തിന്മേൽ ആ മൃഗത്തിൻ്റെ മേൽ തങ്ങളുടെ 2 കരങ്ങൾ വെച്ച് ആ യാഗമൃഗത്തിന്മേൽ തൻ്റെ സ്തോത്രം 2 കരങ്ങൾ വെച്ച് ഒരു പാപം 2 പാപം ഇങ്ങനെ സ്തോത്രം പറയും. അവർ ചെയ്തു പോയത് ഇങ്ങനെ പറയും. പക്ഷെ ചിലരുണ്ട് എത്ര പറഞ്ഞാലും തീരത്തില്ല. അരുവിക്കര ഡാമിൽ നിന്ന് വെള്ളം തുറക്കുന്നത് പോലെ കഴിഞ്ഞ കുറേ കാലമായി ചിന്തയിൽ, നോട്ടത്തിൽ, വിചാരത്തിൽ വന്നതായ സകല പാപവും ഇങ്ങനെ പറഞ്ഞ് നിൽക്കൽ. പുരോഹിതൻ ചിന്തിക്കുന്നത് ഇത് തീരുന്നില്ലയോ? പുരോഹിതൻ പറയും പോരട്ടെ എല്ലാം പോരട്ടെ. ഇത് പറഞ്ഞ് ആ മൃഗത്തിന്മേൽ ആ പാപത്തെ സ്തോത്രം അതെ കൺഫസ് ചെയ്യുകയാണ്. ആ പാപത്തെ ആ മൃഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്നിട്ട് പാപയാഗമായി ആ മൃഗത്തെ സ്തോത്രം അവർ അതെ കൊല്ലുന്നു, യാഗമാക്കുന്നു. ആ യാഗത്തിന് പേരാണ് പാപയാഗം. സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം 2 കള്ളന്മാർ നടുവിൽ നിങ്ങൾ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ചെയ്യാൻ പോകുന്ന സകല പാപവും ഒരുവൻ്റെ മേൽ കടന്നു വന്നു. പഴയ നിയമത്തിൽ ആരും സ്തോത്രം പാപത്തെ ചുമന്ന് മാറ്റിയില്ല. ഒരിക്കൽ കൂടെ പഴയ നിയമത്തിൽ ഒരു മൃഗവും പാപത്തെ ചുമന്ന് മാറ്റിയില്ല. ആ രക്തം പാപത്തെ കവർ ചെയ്തതേ ഉള്ളൂ, ആ പാപത്തെ മൂടിയതേ ഉള്ളൂ. എന്നാൽ സ്തോത്രം പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയർന്നപ്പോൾ യോർദാനിയ മരുഭൂമിയിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, പാപത്തെ കവർ ചെയ്യുന്നവനല്ല, പാപത്തെ ചുമന്ന് മാറ്റുന്നവനായി. പാപത്തെ ചുമന്ന് മാറ്റുന്നവനായി ഒരുവനതാ വന്നിരിക്കുന്നു. അർത്ഥം നിന്റെ പാപത്തെ കവർ ചെയ്ത് അവിടെ നിർത്തുകയല്ല. ഇനി ദൈവം ആ പാപത്തെ ഓർക്കാതെ വണ്ണം, ഒരിക്കൽ കൂടെ നിങ്ങൾ എക്സൈറ്റഡ് അല്ല, ദൈവം ആ പാപത്തെ ഓർക്കാതെ വണ്ണം നിന്റെ പാപത്തെ എടുത്ത് ദൈവം ആഴക്കടലിൽ ഇട്ടുകളയുന്ന രീതിയിൽ നിന്നെ ടോട്ടൽ റെമിഷനിലേക്ക് നിനക്ക് പൂർണ്ണമായ പാപമോചനം നൽകുവാൻ പാപമില്ലാത്തവനായ കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:21 അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പാപം ഇല്ലാത്തവനെ ദൈവം പാപം ആക്കി. ഒരിക്കൽ കൂടെ, പാപം ഇല്ലാത്തവനെ ദൈവം പാപം ആക്കി. വീണ്ടും ഒരു പോയിന്റ് കൂടെ പറയാം. സ്തോത്രം. ശാപം അല്ലാത്തവനെ ദൈവം ശാപം ആക്കി. 2 പ്രസംഗമാണ്. പാപം അറിയാത്തവനെ ദൈവം നിനക്ക് വേണ്ടി പാപം ആക്കി. അതേ അനുഗ്രഹത്തിന്റെ ഉടമസ്ഥനെ ശാപം അറിയാത്തവനെ ദൈവം ശാപം ആക്കി. പാപം ഇല്ലാത്തവൻ പാപം ആയത് നീ പാപികളുടെ ലിസ്റ്റിലല്ല, ജീവന്റെ പുസ്തകത്തിന്റെ പേരെഴുതി നീ വിശുദ്ധന്മാരുടെ ലിസ്റ്റിലാക്കുവാൻ, നീ ദൈവത്തിന്റെ പൈതലാക്കുവാൻ യേശു കർത്താവ് നിന്റെ പാപത്തെ ഏറ്റെടുക്കുകയുണ്ടായി. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിമേലാൽ നിന്റെ മേൽ പാപം വാഴുകയില്ല. ഇനിമേലാൽ ദൈവത്തിൻ്റെ നീതിയാണ് നിന്നിൽ വാഴുന്നത്. രക്ഷിക്കപ്പെടുവാൻ കാലകാലങ്ങളിൽ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്. അതേ സ്തോത്രം. 4ാമത്തെ യാഗമാണ് പാപയാഗം. ഇനി പാപം നിന്റെ മേൽ നിലനിൽക്കത്തില്ല, ദൈവത്തിൻ്റെ നീതി നിന്റെ മേൽ നിലനിൽക്കുന്നു. ഇനി ശാപം നിന്റെ മേൽ നിലനിൽക്കത്തില്ല. കാരണം ദൈവം നിന്നെ അനുഗ്രഹത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിപ്പാൻ വേണ്ടിയാണ്.
അകൃത്യയാണ്. അഞ്ചാമത്തെ യാഗമാണ് ട്രസ്പാസ് ഓഫറിങ്. അഞ്ചാമത്തെ യാഗമാണ് അകൃത്യയാഗം. സ്തോത്രം, അകൃത്യയാഗം. തിരുവചനം പറയുന്നു അകൃത്യയാഗം ആയിത്തീർന്നു യേശു കർത്താവ്. എന്താണ് അകൃത്യയാഗം? സ്തോത്രം, അതെ, ട്രസ്പാസ് ഓഫറിങ്. മറ്റൊരാളിനോട് എന്തെങ്കിലും വിഷമമുണ്ടായി, പ്രശ്നമുണ്ടായെങ്കിൽ, മറ്റൊരാളിനെ ദ്രോഹിച്ചുവെങ്കിൽ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരാളിനെ ദ്രോഹിച്ചുവെങ്കിൽ, മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുവെങ്കിൽ, മറ്റുള്ളവർക്കെതിരെ അപവാദം പറഞ്ഞുവെങ്കിൽ, മറ്റുള്ളവർക്ക് വ്രണപ്പ് ഉണ്ടാക്കിയെങ്കിൽ, മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർത്തുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ എന്തെങ്കിലും നന്മയെ സ്തോത്രം അടിച്ചു മാറ്റിയെങ്കിൽ, അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടുമ്പോൾ ചെയ്യുന്ന യാഗമാണ് ട്രസ്പാസ് ഓഫറിങ്. സ്തോത്രം, അകൃത്യ യാഗം. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 14 മുതൽ താഴേക്കുള്ള വാക്യം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 5-ാം അധ്യായം 14 മുതൽ 6-ാം അധ്യായം 17 വരെ ദീർഘമായി കിടക്കുന്ന യാഗമാണ് അകൃത്യ യാഗം. 7-ാം അധ്യായം 1 മുതൽ 10 വരെയും നിങ്ങൾ കാണുവാൻ തൊക്കണം കഴിയും. സ്തോത്രം, അകൃത്യയാഗം. മറ്റുള്ളവർക്ക് ഹാനി വരുത്തിയെങ്കിൽ, എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഹാനിയല്ല വരുത്തുന്നത്, മറ്റുള്ളവർക്ക് നമ്മൾ നന്മയാണ് കൊടുക്കുന്നത്. കമൺ, ആ വലത് കരങ്ങളൊന്നും കണ്ടാട്ട്, ആ വലത് കരങ്ങളെ കൊള്ളാമല്ലോ, ആ വലത് കരങ്ങളെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലത് കരം മാത്രമല്ല, ഇടത് കരം കൂടെ ഒന്ന് കാണട്ടെ. കമൺ, ഇടത് കരം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ കരങ്ങൾ നന്മ ചെയ്യുന്ന കരങ്ങൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എൻ്റെ കരങ്ങൾ നന്മ ചെയ്യുന്ന കരങ്ങൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എന്താണ്? അടുത്തിരിക്കുന്ന ആരെങ്കിലും മിണ്ടിയില്ലെങ്കിൽ സീറ്റ് മാറിയിരുന്നോ, അത് പാര പണിയുന്ന കരങ്ങളാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പോസ്തലർ പ്രവൃത്തി 10:38 തിരുവചനം പറയുന്നു, ഹി വാസ് ഡൂയിങ് ഗുഡ്. യേശു കർത്താവ് നന്മ ചെയ്യുന്ന കരങ്ങളുമായി അവൻ ചുറ്റി സഞ്ചരിച്ചു. യേശു കർത്താവ് നന്മ ചെയ്തെങ്കിൽ വിധവമാർക്ക് നന്മ ചെയ്താട്ടെ, അനാഥർക്ക് നന്മ ചെയ്താട്ടെ, കരയുന്നവരെ കണ്ണുനീരുകളെ തുടച്ചാട്ടെ, മുറിവേറ്റ് കിടക്കുന്നവരെ മുറിവ് കെട്ടിയാട്ടെ യേശുവിൻ നാമത്തിൽ. അങ്ങനെ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ ചില കുടുംബങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒത്തിരി പേർക്ക് നന്മ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. തിന്മ ചെയ്യുന്നവരല്ല. യേശു കർത്താവ് സ്തോത്രം ലോകത്തിൽ മനുഷ്യനായി കടന്നു വന്നപ്പോൾ ഈ ട്രസ്പാസ് ഓഫറിങ് അഥവാ അകൃത്യയാഗം ദൈവം മോശയിലൂടെ കമാൻഡ് ചെയ്തതിനു ശേഷം, മോശയിലൂടെ ദൈവമായ കർത്താവ് ഈ യാഗങ്ങൾ കൊടുത്തതിനു ശേഷം, ഈ 2000 വർഷം കഴിഞ്ഞ് ഈ കൽപ്പന നൽകിയ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ നിൻ്റെ യാഗവുമായി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോഴേ, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ, നീ കൈയടിക്കാൻ വരുമ്പോഴേ, നിനക്ക് വല്ലവനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നെങ്കിൽ സ്റ്റോപ്പ് പ്രേയിങ്. സ്തോത്രം, നിൻ്റെ പ്രാർത്ഥന നിർത്തി. എന്തൊരു ശാന്തതയും നോക്ക്. നിൻ്റെ പ്രാർത്ഥന നിർത്തി. സ്തോത്രം, ആദ്യം പോയി പറ, അവനെ കൊല്ലണമെന്ന് ആരാ പറഞ്ഞത്? സ്തോത്രം, അതെ, നിൻ്റെ പ്രാർത്ഥന നിർത്തി. മറ്റേ ആ പുള്ളിയുമായിട്ട് നിനക്ക് ലഡായി ഉണ്ടല്ലോ, സ്തോത്രം, അവനോട് നിരന്നിട്ട് പിന്നെ വന്ന് നിൻ്റെ പ്രാർത്ഥന തുടരണം. ഓ ഹല്ലേലൂയ. കർത്താവേ എന്നെ കാത്തോളണേ. ഹല്ലേലൂയ. സോ നോക്ക്, ആദ്യം, കാരണം ദൈവത്തിന് വേണ്ടി നിൻ്റെ കയ്യടിയല്ല, ദൈവത്തിന് വേണ്ടി നിൻ്റെ തുള്ളിച്ചാട്ടമല്ല, ദൈവത്തിന് വേണ്ടി നിൻ്റെ ശബ്ദമല്ല. കാരണം ആരാധന എന്ന് പറയുന്നത് ടയർ കരിഞ്ഞ നാറ്റമല്ല, അതൊരു സുഗന്ധമാണ്. ആരാധന എന്ന് പറയുന്നത് അതൊരു സുഗന്ധമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ഫോണുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ചിലർക്ക് 2 അല്ല, ചിലർക്ക് 4, 5 ഒക്കെ ഫോണുണ്ട്. അങ്ങനെയുള്ളവർ വളരെ സൂക്ഷിക്കുക. കൂടെ നമ്പർ മാറ്റുന്നവരുടെ ജീവിതമേ മറ്റൊരു നമ്പരായിരിക്കും. അതുകൊണ്ട് സ്തോത്രം, അതെ, ഫോണുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഇന്ന് ഒരു വല്ലാത്ത പ്രാസിംഗിൻ്റെ മുൻപിൽ ഞാൻ ചെന്ന് പെട്ടു. അവനാണെങ്കിൽ ഒരു ഭയങ്കര തീവ്രവാദിയാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, നിങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കിയത്, നിങ്ങൾക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് നേരെ അപവാദം പറഞ്ഞത്, നിങ്ങൾക്ക് നേരെ നിങ്ങളെ എതിർത്ത് സംസാരിച്ചതിന് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് നിരപ്പ് പ്രാപിക്കണമെന്ന് ആ പ്രാസിംഗൻ ഇന്ത്യൻ ടൈം കൃത്യം 12 മണി ഏകദേശമായപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് സ്വർഗം എനിക്കായി തുറക്കുവാൻ, ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ, ദൈവം എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ. എന്തൊരു ശാന്തത! മറ്റുള്ളവൻ്റെ ഹൃദയത്തെ തകർത്ത് എല്ലാവരും ഇന്ന് തന്നെ ക്രമീകരണം വരുത്തണമെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. അതുകൊണ്ടാണ് വിളിച്ചത്. സോറി, ചെയ്യാൻ പറ്റുമോ സാറേ? ഞാൻ പോവാ വേറെ എവിടെയെങ്കിലും. സ്തോത്രം, ഇതെൻ്റെ ക്ലബ്ബല്ല.
ഒരു ചുവരനെ ഇങ്ങനെ കുത്തിക്കുളച്ച് ആ ചുവരനെ ചീത്തയാക്കി ഒരുത്തൻ ആദ്യം എന്ത് ചെയ്യണമെങ്കിലേ, ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ആ ഉണ്ടാക്കിയ ഡാമേജ് തീർക്കണം. മറ്റുള്ളവൻ്റെ ഹൃദയങ്ങളെ തകർത്തവർ, മറ്റുള്ളവരെ വേദനിപ്പിച്ചവർ, മറ്റുള്ളവരെ കരയിപ്പിച്ചവർ, മറ്റുള്ളവർക്ക് നേരെ അപവാദം പറഞ്ഞവർ, നിങ്ങൾ എത്ര വലിയ നോബിൾ പെന്തിക്കോസ് ആയാലും എൻ്റെ വചനം പറയുന്നു, തിരുവചനം പറയുന്നു, നിനക്ക് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ക്രമീകരണം വരുത്തിയിട്ട് വേണം നാളെ 11 മണിക്ക് പ്രാർത്ഥിക്കാൻ വരാൻ. വെള്ളം താ. ഹല്ലേലൂയ. ക്രമീകരണം വരുത്തിയിട്ട് തീരുമാനിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇല്ലെങ്കിൽ നമ്മളെ വന്ന് എ സിയിലിരുന്നു കുറച്ച് വേർത്തു, ഇന്ന് വേർത്തു, ഇന്ന് അനുഗ്രഹമായിരുന്നു, നിനക്കൊരു ഫീലിംഗ്. നിൻ്റെ ഫീലിംഗ് അല്ല ആത്മീയ ജീവിതം. സ്വർഗം ചലിക്കുന്ന, നരകം അടയുന്ന, ദൈവം നിന്നെ മാനിക്കുന്നതായി തിരുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. അകൃത്യയാഗം കൃത്യമല്ലാതെ ജീവിക്കുന്നതല്ല, കൃത്യതയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, എൻ്റെ കർത്താവേ സമയം പോയി. 5 യാഗങ്ങൾ, ഹോമയാഗം 2, സ്തോത്രം അതേ ഭോജനയാഗം, സമാധാനയാഗം, സ്തോത്രം അതേ പാപയാഗം, അകൃത്യയാഗം. ഈ 5 യാഗങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരു പുസ്തകത്തിൽ ഈ 5 യാഗങ്ങൾ കൂടെ ഒരുമിച്ച് ചേർന്ന് 5 റോഡുകൾ ഒരുമിച്ച് ഒരു ജംഗ്ഷനിൽ ചേർന്നാൽ എങ്ങനെയിരിക്കും? സ്തോത്രം. 5 നദികൾ ഒഴുകി വന്ന് ഒരു സ്തോത്രം പോയിന്റിൽ 5 നദിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു മഹാനദിയായാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ളതായ ആ 7 യാഗങ്ങൾ അതേ വന്ന് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ ഒന്നായി തീർന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം, മെസ്സിയാനിക് ചാപ്റ്റർ. അതെ, മെശിഹായെക്കുറിച്ച് യെശയ്യാവ് സ്തോത്രം മെശിഹായെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചതായ അധ്യായം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് സ്തോത്രം. ആ അധ്യായം മിക്കവാറും ഓർത്തഡോക്സ് ജ്യൂസ്, പാരമ്പര്യ യഹൂദന്മാർ ജനത്തെ പഠിപ്പിക്കത്തില്ല. നിങ്ങൾ യഹൂദന്മാർ വലിയൊരു കൂട്ടം മെസ്സിയാനിക് ജ്യൂസായി ദൈവകൃപയിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇന്നും ആ അധ്യായം ഒരു ഫോർബിഡൻ അധ്യായമാണ്. ഇന്നും സ്തോത്രം അവർ പറയും അത് നമുക്ക് പഠിക്കണ്ട, കാരണം പഠിച്ചാൽ അവൻ്റെ ക്ലച്ച് വിട്ടുപോകും. അത് പഠിച്ചാൽ സ്തോത്രം മെശിഹായെക്കുറിച്ച് സ്പെഷ്യലി എഴുതിയിരിക്കുന്നതാണ്. സ്തോത്രം യെശയ്യാപ്രവചനം 53-ാം അധ്യായം. ആക്ച്വലി പറഞ്ഞാൽ അതൊരു പാട്ടാണ്. കഴിഞ്ഞ പാസ് ഓവർ സീസണിൽ ഞാനത് കഷ്ടാനുഭവ ആഴ്ചയിൽ ഞാനത് ചെറുതായിട്ട് പറഞ്ഞു. എഗെയിൻ സ്തോത്രം നമ്മുടെ ഉപവാസ പ്രാർത്ഥനാ സമയത്ത് സ്തോത്രം വീണ്ടും അത് പറവാൻ വേണ്ടി പോകുന്നു. അതെ, ഏപ്രിൽ മാസം 14 മുതൽ മെയ് മാസം 4-ാം തീയതി വരെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ പോവുക. ആർക്കും സന്തോഷമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. വളരെ ഗസ്റ്റ് സ്പീക്കേഴ്സ് കുറവുള്ളതായ ഒരു ഉപവാസ പ്രാർത്ഥനയായിരിക്കും ഇപ്പോൾ. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ വരുന്നില്ല എന്നല്ല. ഹല്ലേലൂയ. വളരെ ഗസ്റ്റ് സ്പീക്കേഴ്സ് കുറവായിരിക്കും, പക്ഷേ നമ്മളുണ്ടായിരിക്കും. പക്ഷേ അമേസിങ് റെവലേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ 5 സ്റ്റാൻസയാണ് യെശയ്യാവ് എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവചനം 52-ാം അധ്യായം 13 മുതൽ 15 വരെ ഒരു സ്റ്റാൻസ്, 53-ാം അധ്യായത്തിൽ 4 സ്റ്റാൻസ. സോ ടോട്ടൽ 5 സ്റ്റാൻസയുടെ ഒരു പ്രൊഫറ്റിക് സോങ്, ഒരു പ്രവചനത്തിൻ്റെ ഗീതമാണ് എഴുതിയിരിക്കുന്നത്. ആ 5 സ്റ്റാൻസയിൽ കേക്ക് ആ 5 സ്റ്റാൻസയുള്ളതായ ആ പാട്ടിൽ ഈ 5 യാഗങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി അടുത്ത് പറയുന്ന കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരങ്ങളൊന്ന് ചലിപ്പിച്ചേ. ദൈവിക കരുതലിന്റെ സെൻട്രൽ നിൽക്കുന്നതിന്റെ പേരാണ് കുരിശ്. ഒരിക്കൽ കൂടെ, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ കരുതലിൻ്റെ, ദൈവം എനിക്ക് കാറ് തന്നു, വീട് തന്നു, ഭാര്യ തന്നു, മകളെ തന്നു, ഭർത്താവിന് തന്നു, ജോലി തന്നു, വീട് തന്നു, മാർഗ് തന്നു, സ്തോത്രം. അതെ, എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി ദൈവിക കരുതലിൻ്റെ ഏറ്റവും സെൻട്രൽ നിൽക്കുന്നതിൻ്റെ പേരാണ് കുരിശ്. ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്നതാണ് കുരിശ്. ദൂത് നിനക്ക് ലഭിച്ചത് ഏറ്റവും വലിയ കരുതലാണ് കർത്താവ് യേശു. നിനക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അന്യഭാഷയല്ല, പ്രവചനമല്ല. ദൈവം നിനക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് കർത്താവ് യേശു എന്ന് പറയുന്നവർ ശക്തിയോടെ ഒരു തിരുവനന്തപുരം ഹല്ലേലൂയ പറഞ്ഞേ. സോ അത് എഴുതിയിരിക്കുന്നത് യെശയ്യാപ്രവചനത്തിലാണ്. യെശയ്യാപ്രവചനത്തിൽ മക്കളെ നോക്ക്. യെശയ്യാപ്രവചനത്തിൽ എല്ലാ കുട്ടികളും നോക്ക്, എത്ര അധ്യായമുള്ള യെശയ്യാപ്രവചനത്തിൽ എത്ര അധ്യായമുള്ള? പറ, PhD പറ. സ്തോത്രം.
66 അധ്യായം. റിയലി 66 അധ്യായം യെശയ്യാ പ്രവചനത്തിലുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ 66 പുസ്തകമുള്ള. ഓ, അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്ത് പറയട്ടെ, സ്തോത്രം, ബൈബിളാണ് യെശയ്യാ പ്രവചനം. Oh, come on, there is a Bible in the Bible. സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ അതാണ് യെശയ്യാ പ്രവചനം. 66 പുസ്തകം അതെ വേദപുസ്തകത്തിൽ, 66 അധ്യായം യെശയ്യാ പ്രവചനത്തിൽ. ഇനി യെശയ്യാ പ്രവചനം വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചങ്കിന് കുത്തുന്ന വർത്താനം പറയാതെ ബ്രദറെ എന്നാൽ ചിലർ പറയും. യെശയ്യാ പ്രവചനം വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നു, 39 അധ്യായം നിങ്ങൾ വായിക്കുന്ന ടേം അല്ല അടുത്ത അധ്യായം മുതൽ നിങ്ങൾക്ക് കാണുന്നത്. 39 അധ്യായം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ടോൺ മാറുകയാണ്. ഒരിക്കൽ കൂടെ 39 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ടോൺ മാറുകയാണ്. ജിസൻ കേട്ടിട്ടില്ല മക്കളെ, ഇത് മുട്ടുമേൻ്റെ നാളെ കിട്ടത്തുള്ളൂ കുട്ടി. സ്തോത്രം, അതെ നോക്ക്, ഇത് ഗൂഗിളിൽ കിട്ടത്തില്ല, മുട്ടുമേ നിൽക്കണം. സ്തോത്രം, നോക്ക്, 39 അധ്യായം കഴിയുമ്പോൾ ടേം മാറുന്നു. അർത്ഥം, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണുള്ളത്. പഴയ നിയമത്തിൽ മലാക്കി ആകുമ്പോഴേക്കും 39 പുസ്തകം കഴിഞ്ഞു. പിന്നെ ബാക്കി 27 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. എക്സാക്ട്ലി. യെശയ്യാ പ്രവചനം 39 അധ്യായം ഒരു ഫ്ലേവറിൽ, ഒരു രുചിയിൽ കിടക്കുമ്പോൾ മറ്റൊരു രുചിയിലാണ് അത് യെശയ്യാ പ്രവചനം 40 മുതൽ 66 വരെയുള്ള 27 അധ്യായം കിടക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനത്തിൻ്റെ 40 മുതൽ 66 വരെയുള്ള അധ്യായം ഇങ്ങനെ വിളിക്കാം, പഴയ നിയമത്തിലെ പുതിയ നിയമം. ഹല്ലേലൂയ. വിടുതലുണ്ടോ? കെട്ടഴിയോ? ഭൂതം പോകുമോ? രോഗം മാറുമോ? മക്കളെ, വളരുന്നത് വചനത്തിലാണ് വളരുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലൊരു പുതിയ നിയമമുണ്ടെങ്കിൽ അതാണ് സ്തോത്രം. പഴയ നിയമത്തിലൊരു പുതിയ നിയമമുണ്ടെങ്കിൽ ആ ടേമാണ് ആ 27 ചാപ്റ്റർ. സ്തോത്രം, അതെ ഉൽപ്പത്തി പുസ്തകം, യെശയ്യാ പ്രവചനം 40 മുതൽ 66 വരെയുള്ള പുസ്തകം. ഇത്രയും മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. 40 മുതൽ അതെ സ്തോത്രം 66 വരെയുള്ള പുസ്തകം. സോ അങ്ങനെയുള്ള 27 അധ്യായങ്ങൾ, 40 മുതൽ 66 വരെയുള്ള 27 അധ്യായം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എത്ര അധ്യായം? 27 അധ്യായം. ഇപ്പോൾ നടക്കുന്നത് കണക്ക് ക്ലാസ് ആകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എത്ര അധ്യായം? 27. പറ, 27. 9ന്റെ എത്ര ഗുണിതങ്ങളാണ്? റിയലി നിങ്ങൾക്ക് കണക്കറിയോ? സ്തോത്രം, 9ന്റെ 3 ഗുണിതങ്ങളാണ്. അതെ സ്തോത്രം, 27. 9 ഗുണം 3 സമം 27. കത്തോളനെ കർത്താവേ, പെട്ടല്ലേ പച്ച. സ്തോത്രം. സോ 40 മുതൽ 48 വരെ ഒന്നാമത്തെ 9 അധ്യായം. ഒരിക്കൽ കൂടെ 40 മുതൽ 40, 41, 42, 43, 44, 45, 46, 47, 48. ഓൺലൈനിലുള്ളവരാരും പുറത്തു പോലെ കണക്ക് അല്ല, സഭായോഗമാണ് നടക്കുന്നത്. ആദ്യത്തെ 9 അധ്യായം യെശയ്യാ 40 മുതൽ 48 വരെയുള്ള 9 അധ്യായം. 49 മുതൽ 57 വരെയുള്ള അടുത്ത 9 അധ്യായം. 49 മുതൽ 57 വരെയുള്ള അടുത്ത 9 അധ്യായം. ദെൻ 58 മുതൽ 66 വരെയുള്ള അടുത്ത 9 അധ്യായം. എന്തോ പറഞ്ഞു വരുന്നേ? സ്തോത്രം, ആദ്യത്തെ 9 അധ്യായം 40 മുതൽ 48 വരെ. രണ്ടാമത്തെ 9 അധ്യായം 49 മുതൽ 57 വരെ. അടുത്ത 9 അധ്യായം 58 മുതൽ 66 വരെ. അപ്പോൾ 2 സൈഡിലുള്ള അങ്ങ് മാറ്റിയിട്ട സെൻട്രലുള്ള നമുക്ക് എടുക്കാം. 49 മുതൽ 57 വരെ. 49 വരെ 49 മുതൽ 57 വരെയുള്ള ആ സെറ്റ് എടുത്തിട്ട്, ആ 9 എടുത്തിട്ട് അതിൻ്റെ സെൻട്രലുള്ള അധ്യായം എടുത്താൽ 53-ാം അധ്യായമായിരുന്നേ. സോ ഗോസ്പൽ സൈഡിലല്ല, ക്രൂസ് സൈഡിലല്ല. ക്രൂസ് സെന്ററിലാണ്. മനസ്സിലായ? രാമേൻ പറഞ്ഞ കുട്ടി. ഓ കമാൺ, ഹല്ലേലൂയ. സ്റ്റാൻഡിംഗിലെ പ്രൊഫസർമാരെ, ടീച്ചേഴ്സ്, ഒരു ബോർഡ് കൊണ്ടുവന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ട് പഠിപ്പിച്ചാൽ ദിസ് ഈസ് സോ ഓസം. കുരിശ്, ഗോസ്പൽ ഒരിക്കലും ജീവിതത്തിൻ്റെ സൈഡിലല്ല, സഭയുടെ സൈഡിലല്ല. ക്രോസ് ഓഫ് ജീസസ്, യേശു കർത്താവിൻ്റെ കുരിശ് ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, സഭയുടെ സെൻട്രലായിരിക്കട്ടെ. അതുകൊണ്ട് ക്രോസ് എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ദ ഗോസ്പൽ.
സുവിശേഷത്തിൻ്റെ മധ്യത്തിലാണ് അതേ ക്രൂശ് ഉയർന്നു നിൽക്കേണ്ടത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ക്രൂശ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലായിരുന്നു. ക്രൂശ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതത്തില്ലായിരുന്നു. ക്രൂശ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കത്തില്ലായിരുന്നു. ക്രൂശ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ലെവലേശം നിങ്ങളുടെ പഞ്ചായത്തിൽ എത്തത്തില്ലായിരുന്നു. ക്രൂശ് ഇല്ലായിരുന്നെങ്കിൽ ഈ സന്തോഷം സമാധാനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. ക്രൂശ് ഇല്ലായിരുന്നെങ്കിൽ ജീവനുള്ള ദേശത്ത് നീ കാണാതെ മണ്ണിന്റെ അടിയിൽ പണ്ടേ പോയേനെ. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരല്ലേ. Hallelujah. So what happened at the cross? ക്രൂശിൽ സംഭവിച്ചത് 5 യാഗങ്ങൾ ഒരുമിച്ച് സംഭവിക്കുകയുണ്ടായി. സ്തോത്രം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. 5 യാഗങ്ങൾ ഒരുമിച്ച് സംഭവിച്ചു. എനിക്ക് നേരമില്ല, ഇതുപോലെ മണിക്കൂർ എനിക്ക് നിൽക്കാൻ തൊക്കണം കഴിയും. സ്തോത്രം. അതെ, ഒത്തിരി കർത്താവിനെ ലോഡ് ചെയ്തു. പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഇത് പുതിയതാ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഇത് പുതിയതാ. ഇനി 53-ാം അധ്യായത്തിൽ 52:13 മുതലുള്ള 5 സ്റ്റാൻസ് എന്ന് ഞാൻ പറഞ്ഞു. 5 സ്റ്റാൻസ് 5 ചരണമുള്ള പാട്ടായത്. 52:13 മുതൽ 53-ാം അധ്യായം അവസാനം വരെയുള്ള 5 സ്റ്റാൻസ. മക്കളെ, അതിൻ്റെ നടുവിലുള്ള സ്റ്റാൻസിയാണ് അതിൻ്റെ മിഡിൽ. ഞാൻ പറഞ്ഞ മിഡിൽ അതിൻ്റെ നടുവിലുള്ള സ്റ്റാൻസിയാണ് 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കുഞ്ഞെ അത് കാണിക്കണം. 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചേ. സ്തോത്രം. 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. എന്താണ് ആ 4-5 വാക്യങ്ങൾ? സാക്ഷാൽ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, സാക്ഷാൽ യേശു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. നാമോ ദൈവം യേശുവിനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ മുഴുവൻ 5 യാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി വീട്ടിൽ പോയി നിങ്ങൾക്ക് പഠിപ്പാൻ തക്കണം കഴിയും. പക്ഷേ ഈ വാക്യത്തിൽ തന്നെ 2 യാഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന്, സ്തോത്രം, അതെ, ട്രസ്പാസ് ഓഫറിംഗ്, അതായത് അതിക്രമങ്ങൾ നിമിത്തം അകൃതിക്രമങ്ങൾ. താഴെ പറയുന്നു പാപയാഗങ്ങൾ അകൃത്യങ്ങൾ നിമിത്തം. നമ്മുടെ പാപയാഗവും നമ്മുടെ അതിക്രമയാഗവും ഈ സ്തോത്രം വാക്യത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപത്തിന് സൗഖ്യം വരാൻ പോകുന്നു എന്നല്ല, വന്നിരിക്കുന്നു. എല്ലാ അഡിക്ഷനും ഇളകി മാറട്ടെ. എല്ലാ അഡിക്ഷൻ വിട്ടുപോകട്ടെ. എല്ലാ പാപ സ്വഭാവങ്ങൾ അതിൻ്റെ ശിഖരങ്ങളല്ല മുറിയപ്പെടേണ്ടത്, അതിൻ്റെ അവസാനത്തെ വേര് വരെ പാപത്തിൻ്റെ സകല സ്വാധീനങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. യെസ്, യു റെസ്പോണ്ട് വെൽ. കരങ്ങളെ അടിച്ച് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ പറഞ്ഞാടെ. സ്തോത്രം. ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇത് കിട്ടിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ തുള്ളി ചാടി. ഹല്ലേലൂയ. ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നതിനേക്കാൾ ഭയങ്കര കർത്താവിൻ്റെ വെളിപ്പാട് കിട്ടുന്നത്. ക്രോസ് എന്ന് പറയുന്ന സൈഡിൽ നിൽക്കാനുള്ളതല്ല. കുരിശ് മലയാറ്റൂരല്ല. കുരിശ് സ്തോത്രം മറ്റേ വെള്ളരയ്ക്കപ്പുറത്തുള്ളതായ കുരിശ് മലയിലല്ല. കുരിശ് സ്തോത്രം ഇടത്തുവയലല്ല. കുരിശ് ഏതോ തീരപ്രദേശത്തല്ല. കുരിശ് നിന്റെ ജീവിതത്തിന്റെ മധ്യത്തിലാണ്. ഈ ഇൻട്രഡക്ഷനോടെ പുതിയ നിയമത്തിലെ വിശ്വാസിക്ക് ഉള്ളതായ യാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതം തന്നെ നോക്ക്. യേശു കർത്താവിൻ്റെ ജീവിതം തന്നെ എന്തായിരുന്നു? ഒരു യാഗമായിരുന്നു. അഹരോൻ സ്തോത്രം യാഗവസ്തുമായി കയറി വരികയാണ്. അഹരോൻ്റെ മകൻ എലയാസർ, മറ്റു മക്കൾ സ്തോത്രം പുരോഹിതന്മാരാണല്ലോ, അവരെല്ലാവരും യാഗ മൃഗവുമായി അല്ലെങ്കിൽ യാഗവസ്തുവുമായി വരികയാണ്. എന്നാൽ യേശുവേ, അങ്ങ് പുരോഹിതനല്ല, അങ്ങ് മഹാപുരോഹിതനല്ല. പകരം പറ, കഴിഞ്ഞ ആഴ്ച കേട്ടതാ, പറ. റിയലി എല്ലാവരും നല്ല വിദ്യാർത്ഥികളാണ്. അങ്ങ് ശ്രേഷ്ഠ മഹാ, ഒരിക്കൽ കൂടെ അങ്ങ് ഒരിക്കൽ വോളിയും കൂട്ടി, അങ്ങ് ശ്രേഷ്ഠ മഹാ പുരോഹിതനാണ്. അങ്ങയുടെ കയ്യിൽ യാഗവസ്തു ഇല്ലല്ലോ കർത്താവേ. അങ്ങയുടെ കയ്യിൽ
ആടുമില്ല മാടുമില്ല. സുരേഷേ, ഞാൻ ആടും മാടുമായിട്ടല്ല വന്നത്, ഞാൻ എന്നെ തന്നെ യാഗമാക്കാനാണ് വന്നത്. എന്നെ തന്നെ ഞാൻ യാഗമാക്കാനാണ് വന്നത്. എനിക്കൊരു 7 പോയിന്റ് പറയാനുണ്ട്. പറയാൻ ഒരു 1.5 മണിക്കൂർ വേണം. ഞാൻ അത് ടോട്ടലി വിടുന്ന. സ്തോത്രം. യേശു കർത്താവ് ബോസ് വന്ന മക്കളെ എഫ് മേജർ തന്നെ. സ്തോത്രം. അതെ, ഹല്ലേലൂയ. സോ നോക്ക്, യേശു കർത്താവ് യാഗമാക്കാനായി വന്നെങ്കിൽ, അവൻ്റെ ജീവിതം തന്നെ യാഗമായെങ്കിൽ, മനസ്സിലാകുന്ന കുട്ടി, യേശുവിൻ്റെ ജീവിതം തന്നെ യാഗമായെങ്കിൽ മനസ്സിലാക്കണമേ, ആ ലൈഫ് സ്റ്റൈലിലായിരിക്കണം സ്തോത്രം യേശുവിനെ ഫോളോ ചെയ്യുന്ന നീ ഞാൻ ജീവിക്കേണ്ടത്. കാരണം യേശുവിനറിയാം, ഈ ജനം ഇപ്പോൾ ഹോസന ഹോസന എന്ന് പറയുന്നില്ലേ, ഈ ജനം ഇപ്പോൾ അപ്പന്ത എന്ന് പറയുന്നില്ലേ, ഈ ജനം സൗഖ്യം, അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നില്ലേ, ഇവരെല്ലാം ഒരു സമയമാകുമ്പോൾ എന്നെ വിട്ട് ഓടിപ്പോകും. ഈ ശിഷ്യന്മാരുണ്ടല്ലോ, ഈ ശിഷ്യന്മാർ കൂടെ നടക്കുന്നവർ, കൂടെ കഴിക്കുന്നവർ, കൂടെ കിടക്കുന്നവർ, യുവമാരെല്ലാം ചെതറിപ്പോകും. യെരൂശലേം പട്ടണത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയും, ഇവിടെയാണ് ഞാൻ പിടിക്കപ്പെടാൻ പോകുന്നത്. കാരണം അവൻ ദൈവമാണ്, അവന് നാളത്തെ കാര്യം കൃത്യമായിട്ട് അറിയാം. നിൻ്റെ നാളെ അവന് നന്നായിട്ട് അറിയാം. നിൻ്റെ നാളെ പൊല്ലാത്ത നാളെ എന്നല്ല അപ്പച്ചൻ പറയുന്നത്, നിൻ്റെ നാളെ നല്ല നാളെ എന്നാണ് പറയുന്നത്. ഞാനത് തെളിയിക്കാം. യേശുവിനറിയാം. സ്തോത്രം. അതെ, ഇവിടെയാണ് ഞാൻ കരയാൻ പോകുന്നത്, ഈ ഗദശമനയിൽ. ഇവിടെ കിടന്ന് ഞാൻ പെടഞ്ഞ് കരയും. യേശുവിനറിയാം. ഈ യൂദയുണ്ടല്ലോ, അവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാ റോമൻ പടയാളികൾ പോവുക, റോമൻ പടയാളികൾ, ഇതുപോലെയുള്ള പടയാളികളാണ് എന്നെ വന്ന് പിടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നത്തേതിൽ അവരെ അടിക്കാൻ പോകുന്നത്. ആ തെരുവിലൂടെ അവൻ നടന്നപ്പോൾ ശിരോഹാം കുളത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ പോയപ്പോൾ എൻ്റെ ഒരു പോർഷൻ, ആ വഴിയുടെ ഒരു ഭാഗം കണ്ടപ്പോൾ പറഞ്ഞു, ഇതുവഴിയാണ് ഞാൻ ക്രൂശുമായി നടക്കേണ്ടത്. സ്തോത്രം. ഗോൽഗോത്ത മല കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം ഉരുകിയിട്ട് പറഞ്ഞാണ്, ഇവിടെ ആണ് ഞാൻ ക്രൂശിക്കപ്പെടുന്നത്, ഇവിടെ കിടന്നാണ് ഞാൻ മരിക്കുന്നത്, പെടഞ്ഞ് മരിക്കുന്നത്. സോ എവരി സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പിലും കേൾക്കണമേ, എല്ലാ സ്റ്റെപ്പിലും യേശുവിൻ്റെ മനോമണ്ഡലത്തിൽ, യേശുവിൻ്റെ വികാരമണ്ഡലത്തിൽ അവനൊരു സാക്രിഫൈസ് ആയിരുന്നു. 6 മണിക്കൂർ ക്രൂശിൽ കിടന്നപ്പോൾ മാത്രമല്ല, am I right? സ്തോത്രം. 33.5 വയസ്സ് ഉരുകുന്ന ഒരു മെഴുകുതിരി പോലെ അവരൊരു സാക്രിഫൈസായി, അവനൊരു ത്യാഗമായി ജീവിച്ചു. ഇന്ന് പകൽക്കാലം 7 പോയിൻ്റ് ഉണ്ട്. 6 ഞാൻ തള്ളി മാറ്റി, 1 മാത്രം തൊട്ട് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള വായിക്കും. സഹോദരന്മാരെ, ഈ മാർച്ച് 23 തീയതി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പേ. ഹേ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പൻ. സ്തോത്രം. പൗലോസ് റോമ സഭയിലെ വിശ്വാസികൾ നോക്കി പറയുന്നത് സഹോദരന്മാരെ എന്നാണ്. സഹോദരന്മാരെ സ്തോത്രം. സഹോദരന്മാരായി നിങ്ങൾ കൂടി വന്നു. പക്ഷേ നിങ്ങൾ സഹോദരന്മാർ മാത്രമല്ല. റോമർ 12:1-2 അപ്പം ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതെ, നിങ്ങൾ സഹോദരന്മാർ മാത്രമല്ല. കേക്ക്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു യാഗ സ്വഭാവത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ഒരിക്കൽ കൂടെ ഒരു യാഗ സ്വഭാവത്തിൽ, എന്തോ സ്വഭാവത്തിൽ പറഞ്ഞാട്ടെ, ഒരു യാഗ സ്വഭാവം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, അതാണ് ത്യാഗം. പറഞ്ഞാട്ടെ, മൂത്തൂക്കി പറ. ഒരു യാഗ സ്വഭാവത്തിൽ, ഒരു സാക്രിഫൈസ് മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, സെൽഫ് ഡിനയലായി, സെൽഫ് സാക്രിഫൈസായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ഒരു ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ റെവലേഷൻ കിട്ടിയില്ലെന്ന് പോയി, ഈ പ്രസംഗം മുഴുവൻ പോയി. ഒരു സെൽഫ് സാക്രിഫൈസ് മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷനുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ അടുത്ത ലെവലിലേക്കുള്ള ഒരു ഗ്രാജുവേഷൻ സർവീസായി ഇന്ന് പകൽക്കാലം കർത്താവ് ഈ സെഷന് തീർക്കുമാറാകട്ടെ. യെസ്, അടുത്ത ലെവലിലേക്കുള്ള ഒരു ഗ്രാജുവേഷൻ സർവീസ്. കാരണം സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള
യാഗമായി. സഹോദരന്മാരെ, നിങ്ങൾ സഹോദരന്മാരാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ യാഗം സമർപ്പിക്കുകയാണ്. ഹേ വെയിറ്റ് എ മിനിറ്റ്, പൗലോസേ, ബുദ്ധിയുള്ള ആരാധനയായി ഈ യാഗം സമർപ്പിക്കുന്നത് സഹോദരന്മാരുടെ ജോലിയല്ലല്ലോ. സഹോദരന്മാരല്ല, ഒരു സഹോദരന്മാരാണ്, പക്ഷേ സ്തോത്രം, ഇപ്പോൾ അവർ രാജകീയ പുരോഹിതൻ. ഓ കമോൺ, രാജകീയ പുരോഹിതന്മാരാ. ഈ പുരോഹിതന്മാരാണ് ഈ യാഗം സമർപ്പിക്കുന്നത്. പുരോഹിതന്മാരാണ് യാഗം സമർപ്പിക്കുന്നത്. കമാൻ, പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരുണ്ടെങ്കിൽ അത്തരങ്ങളെ തുറന്ന് സമർപ്പണമുള്ളവർ ആമേൻ പറഞ്ഞാട്. പുരോഹിതന്മാർ, ഹല്ലേലൂയ. യേശു കർത്താവ് വന്നപ്പോൾ ഒരു കയ്യിൽ ആടും ഒരു കയ്യിൽ മാടും ആയിട്ടല്ല വന്നത്. നോക്ക്, യേശു വന്നപ്പോൾ പുരോഹിതനാകുന്ന ശ്രേഷ്ഠ പുരോഹിതനാകുന്ന കർത്താവ് കുറച്ച് ആടും മാടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊണ്ടുവന്നല്ല അവൻ യാഗമായത്. യേശു കർത്താവ് വന്നു. സ്തോത്രം. ഇവാൻസ് ബ്രദർ വായിച്ച ആ സങ്കീർത്തനം നോക്ക്. സ്തോത്രം. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അർത്ഥം, ഹി ഹിംസെൽഫ്, അവനെ തന്നെ യാഗമാക്കാൻ വന്നു. ഓ ഗ്ലോറി. അവനെ തന്നെ യാഗമാക്കാൻ വന്നു. അന്യമാരെ സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ കേൾക്ക്. ഇതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ പുസ്തകം എടുത്തൊന്ന് പറയട്ടെ. സ്തോത്രം. അതെ, അവനെ തന്നെ യാഗമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, നമുക്ക് നമ്മുടേതായ ഇംഗിതങ്ങളുണ്ട്, നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ശരീരം പറയുന്നതുണ്ട്, നമ്മുടെ ബുദ്ധി പറയുന്നതുണ്ട്. പക്ഷേ അതിനെ മുഴുവൻ മാറ്റിയിട്ട് ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കുകയാണ്. കമാൺ, മനസ്സിലായവർ രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. എന്നെ തന്നെ ഞാൻ യാഗമാക്കിയാണ്. ഞാൻ നിർത്തി. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, യാഗത്തിനൊരു വിലയുണ്ട്. പറഞ്ഞാട്ടെ, യാഗത്തിനൊരു വിലയുണ്ട്. എബ്രായർ 13:15 പറയുന്നു, അതരഫലമെന്ന സ്തോത്രയാഗം. അതരഫലമെന്ന, ഒരിക്കൽ കൂടെ, അതരഫലമെന്ന സ്തോത്രയാഗം. ആ യാഗമാണോ? അതിൻ്റെ പിൻപിൽ ഒരു വിലയുണ്ട്, ഒരു പെയിനും ഉണ്ട്. ഓ കമാൺ, ഒരു വിലയുണ്ട്, ഒരു പെയിനുമുണ്ട്. ഇത് പ്രസംഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതിരുന്ന് AC റൂമിലിരുന്ന് ധ്യാനിച്ചും മാനിച്ചും കേൾക്കാനും ഭയങ്കര സ്തോത്രം, അതെ എളുപ്പമാണ്. പക്ഷേ നോക്കിയേ, ഈ യാഗമായി സമർപ്പിക്കുമ്പോൾ എൻ്റെ പിൻപിൽ ഒരു പെയിനുണ്ട്. ഹേ അബ്രഹാമേ, യാഗത്തിൻ്റെ വില പറയാടോ. അബ്രഹാമേ, ബാ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ, ഞാൻ നിന്നെ കാണിപ്പിക്കുന്ന മോരിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. 3 ദിവസം നടക്കണോടാ. 3 ദിവസം കത്തിയെടുക്കുക, വിറകെടുക്കുക, ആ ചെറുക്കനെയും കൂട്ടുക. സ്തോത്രം. പക്ഷേ അബ്രഹാമിനെ അറിയാം, എൻ്റെ ദൈവം വിളിച്ചിട്ട് വഴിയിൽ നാണം കെടുത്തുന്നവനല്ല. അയ്യോ, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, സൈൻ ചെയ്തപ്പോൾ തന്നുവിടമായിരുന്നു. ആരുടെ മുൻപിൽ നിന്റെ തല കുനിഞ്ഞു പോകത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. അങ്ങനെ ദൈവം വഴിയിൽ തള്ളിക്കളയാത്തത് കൊണ്ട് വീട്ടിലെ കമ്മിറ്റിക്കാരോടും ഭാര്യയെടുത്തൊന്നും ചോദിക്കാതെ തൻ്റെ ചെറുക്കനെയും കൂട്ടി അവനിതാ മല കയറി. 3 ദിവസം അവൻ നടന്നു. പക്ഷെ 3 ദിവസം നടന്നിട്ടും ആ തീ കെട്ടുപോകാൻ അവൻ സമ്മതിച്ചില്ല. Come on, in Jesus' name. ദൈവം ഏൽപ്പിച്ചതായ ഒരു തീ ഉണ്ടെങ്കിൽ ആർക്കെല്ലാം ഉണ്ടോ പ്രാർത്ഥനയുടെ, ആരാധനയുടെ, പ്രവചനത്തിൻ്റെ, വെളിപ്പാടിൻ്റെ തീയുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതികരിച്ച് കെട്ടുപോകല്ലേ. ആ തീ കെട്ടുപോകല്ലേ. തണുപ്പിക്കുന്ന ലോകത്തിൽ എൻ്റെ തീ കെട്ടുപോകുവാൻ കമാൺ ഞാൻ സമ്മതിക്കുകയില്ല. മല കയറുമ്പോൾ ആ കുട്ടി വിശ്വാസി ചോദിച്ചു, പാപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എന്തിയേ? ചുമ്മാടാ വാ എന്നല്ല പറഞ്ഞേ, ചുമ്മാ വാടാ എന്നല്ല പറഞ്ഞേ, വാടക്കടാ എന്നല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ആ താഴ്വരയിൽ ഒരു റെവലേഷനാണ് പറഞ്ഞത്. God will provide. കാരണം ഈ ചെറുക്കനെ സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായപ്പോൾ തൻ്റെ പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ട ഇന്നലത്തെ കരുതൽ ചോദിക്കുക. ഇന്നത്തെ കരുതൽ എന്തിയേ? എടാ, ഇന്നലത്തെ കരുതലേ അവൻ ഇന്നും കരുതും. അവൻ നാളെയും കരുതും. അവൻ ഇന്നും കരുതും. അവൻ നാളെയും. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ നാണം കെട്ടു പോകത്തില്ല. ജീവിതം കുത്തുവാള എടുക്കാനുള്ളതല്ല. യഹോവ ഇരേ അവർ കയറി വന്നു.
കയറി വന്ന് ആ യാഗപീഠം ഉണ്ടാക്കി. ഒരു ട്രാൻസ്ലേഷന് ഞാൻ ഇന്നലെ വൈകിട്ട് വായിച്ചത്, ഇസഹാക്ക് എന്ന യുവാവിനെ 33 വയസ്സോളം പ്രായമുണ്ട്. അവനിങ്ങനെ കിടത്തി, മീനിങ് റോപ്പ് കൊണ്ട്, കയർ കൊണ്ട് അവനിങ്ങനെ തലങ്ങും വിലങ്ങും കെട്ടി എന്നും കൂടെ ചില ട്രാൻസ്ലേഷൻ പറയുന്നത്. അപ്പോൾ അവനെ കയറ്റി കിടത്തിയവൻ മനസ്സിലാവും, ഓ ഞാനാണ് യാഗമാകാൻ വേണ്ടി പോകുന്നത്, ഞാനാണ് യാഗമാകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം സ്റ്റോറി. കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമേ അബ്രഹാമേ ബാലന് മേൽ കൈവയ്ക്കരുത്, ബാലന് മേൽ കൈവയ്ക്കരുത്. ഇസഹാക്കിനെ താഴെ ഇറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം സ്തോത്രം അബ്രഹാമിനെ നോക്കി പറഞ്ഞാണ്, പിന്നെ ഹേ അബ്രഹാമേ, പിന്നെ ഞാനിത് നിന്റെ ലൈഫിൽ വേറെ ആർക്കും ഇതുപോലൊരു ടെസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. നോഹയ്ക്കുണ്ടായില്ല, ഹാനോക്കിനുണ്ടായില്ല, ഇസഹാക്കിനുണ്ടായില്ല, അടുത്ത തലമുറയിൽ യാക്കോബിനുണ്ടായില്ല, വേറെ ആർക്കും. നിനക്ക് മാത്രം, പേഴ്സണൽ, നിനക്ക് മാത്രമാണ് ഈ ടെസ്റ്റ്. നിനക്ക് മാത്രമാണ് ഈ ടെസ്റ്റ് ഞാൻ അനുവദിച്ചത്. യു നോ വൈ? വേറെ ആർക്കും, കൂടെ പഠിച്ചവർക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്, വേറെ ആർക്കും ഇല്ലാത്ത ഒരു ടെസ്റ്റ് നിനക്ക് മാത്രം ഞാൻ അനുവദിച്ചെങ്കിൽ എന്തെന്നറിയോ അബ്രഹാമേ, ഇതേ മലയിൽ ചില നൂറ്റാണ്ട് കഴിയുമ്പോൾ എൻ്റെ മകനെ ഞാൻ തകർന്ന് നുറുക്കി ഇതുപോലെ കിടത്തുന്ന ആ വേദനയിലാണ് ഞാൻ ജീവിക്കുന്നത്, ആ പെയിനിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ പെയിൻ എനിക്കറിയാം. ആ പെയിൻ ഞാൻ നിന്നോടൊന്ന് ഷെയർ ചെയ്തതാ. ഓ പോയി ആ പെയിൻ നിന്നോട് ഞാനൊന്ന് ഷെയർ ചെയ്തതാ. എനിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? എല്ലാം എനിമീസ് ആണല്ലോ കർത്താവേ. എനിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 5 6 മതി, കൂടുതലായല്ലോ, കുഴപ്പം. സ്തോത്രം. ഫ്രണ്ടാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് അവരോട് പറ. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അബ്രഹാം എൻ്റെ സ്നേഹിതനാ. അബ്രഹാം എൻ്റെ സ്നേഹിതന്. വേറെ ആരോട് എനിക്കിത് പറയാൻ പറ്റത്തില്ല. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറഞ്ഞാലേ അവനെ ഇത് മനസ്സിലാകത്തുള്ളൂ. അനുസരിക്കുന്നവനെ ഇത് മനസ്സിലാകത്തുള്ളൂ. അനുസരിക്കുന്നവനെ ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം അനുസരണം എന്ന് പറയുന്നത് അതൊരു യാഗമാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാണ്. അനുസരിക്കുന്നവന് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. സോ എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം അബ്രഹാം എന്ന് പറയുന്ന ഒരുത്തൻ മനസ്സിലാക്കി. നമുക്കാലം സ്തോത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഈ മാർച്ച് 23-ാം തീയതി പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ഇസഹാക്കിനെയല്ല, നിങ്ങളുടെ ആടിനെയല്ല, നിങ്ങളുടെ മാടിനെയല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചാട്ട്, ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിച്ചാട്ട്, ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള ഈ യാഗമായി. ജീവിതം ഒരു യാഗമാണ്. ജീവിതം ഒരു കംഫർട്ടബിൾ അല്ല. ജീവിതം പലപ്പോഴും സ്തോത്രം വിചാരിക്കുന്നത് പോലെയല്ല. ജീവിതത്തിൽ അതേ ചിന്തിക്കാത്ത ഉലച്ചിലുകൾ ഉണ്ടായിരിക്കാം, ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ലിവിങ് സാക്രിഫൈസായി സമർപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, കമാൺ ജീസൻ മുന്നിലേക്ക് വന്ന് സ്തോത്രം എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ. ആ സ്റ്റാൻഡ്സ് പാടുമ്പോൾ തന്നെ ദൈവകൃപയാൽ സ്തോത്രം, അതെ ഞാൻ പറയട്ടെ, അതെ ലിവിങ് സാക്രിഫൈസ് സമർപ്പിക്കുകയാണ്. ജീവനുള്ള യാഗമായി സമർപ്പിക്കുകയാണ്. ലിവിങ് സാക്രിഫൈസ്, ജീവിക്കുന്ന യാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ യാഗം? ജീവിക്കുന്ന ഈ യാഗം. സ്തോത്രം. പാടുന്ന യാഗം, പ്രസംഗിക്കുന്ന ഈ യാഗം, പ്രാർത്ഥിക്കുന്ന യാഗം, ശുശ്രൂഷിക്കുന്ന യാഗം. സ്തോത്രം. അങ്ങനെ ജീവിതത്തെ യാഗമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ
സമർപ്പിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, അതെ സ്തോത്രം, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് സ്തോത്രം നാൾത്തോടെ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ പിൻഗമിക്കട്ടെ. സ്തോത്രം. നാൾത്തോറും എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സോ ഒരു ജീവനുള്ള യാഗം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച സമാഗമന കൂടാരത്തെക്കുറിച്ച് കേട്ടു. അതിലൊരു യാഗപീഠമുണ്ട്. യാഗപീഠത്തെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ യാഗപീഠത്തിൻ്റെ 4 കോണിലും 4 കൊളുത്തുണ്ട്. 4 കോണിലും 4 കൊളുത്തുണ്ട്, അല്ലെങ്കിൽ 4 റിങ്സ് എന്ന് പറയാം, റിങ്ങുകളുണ്ട്. എന്തിനാ റിങ് വച്ചിരിക്കുന്നത്? സ്തോത്രം. ആ യാഗമൃഗത്തെ കെട്ടിയിടാൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിനെ കെട്ടിയിട്ടൊക്കെയാണ്. ഇന്ന് പകൽക്കാലം ആരോ പറയുന്നു, ചില പ്രോബ്ലംസിൽ, ചില കാര്യങ്ങളിൽ ഐ മൈസെൽഫ് ഈസ് എ ലിവിങ് സാക്രിഫൈസ്. ചില കാര്യങ്ങളിൽ ഞാൻ അകപ്പെട്ടു. കുട്ടി, നിന്നെ അകപ്പെടുത്തി അവൻ ട്രാപ്പ് ചെയ്തതല്ല, എൻ്റെ ദൈവം ട്രാപ്പ് ചെയ്തതല്ല. നിന്നെ ലിവിങ് സാക്രിഫൈസായി, നിന്നെ ജീവനുള്ള യാഗമായി. മനസ്സിലാക്കുന്നു. ജീവനുള്ള യാഗമായി അവൻ ലോക്ക് ചെയ്തൊക്കെയാണ്. ആ വിഷയങ്ങളില്ലായിരുന്നെങ്കിൽ അവന് നിന്നെ കിട്ടത്തില്ലായിരുന്നു. ഒരിക്കൽ കൂടെ, ആ വിഷയങ്ങളില്ലായിരുന്നെങ്കിൽ നീ പണ്ടേ പിന്മാറിപ്പോയനെ, നീ പണ്ടേ തണുത്തു പോയനെ. ഒരിക്കൽ കൂടെ ഈ ലിവിങ് സാക്രിഫൈസായി അവൻ്റെ സന്നിധികൾ നീ കാണാൻ അവൻ നിന്നെ ലോക്ക് ചെയ്തൊക്കെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, നിൻ്റെ ഇഷ്ടപ്രകാരം നീ പോകാതെ പകരം അവൻ നിന്നെ ലോക്ക് ചെയ്ത് ഇട്ടൊക്കെയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും, കർത്താവേ, അഴിച്ചു വിട്ടാലും ഞാൻ പോകത്തില്ല, നീ എന്നെ ലോക്ക് ചെയ്തല്ലോ. അഴിച്ചു വിട്ടാലും ഞാൻ പോകത്തില്ല, നീ എന്നെ ലോക്ക് ചെയ്തല്ലോ. യെസ്, ഞാനൊരു ലിവിങ് സാക്രിഫൈസായി, ജീവനുള്ള യാഗമായി അങ്ങയുടെ സന്നിധിയിൽ ഞാനായിരിക്കട്ടെ. യേശു കർത്താവ് തന്നെ യാഗമാക്കിയതുപോലെ പകൽക്കാലം തീരുമാനിച്ച, യെസ്, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒരു ജീവനുള്ള യാഗമാണ്. 2 കരങ്ങളെ ഉയർത്തി. പ്രസംഗം കഴിഞ്ഞു. ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി 2 കരങ്ങളെ ഉയർത്തി, കമാൺ, ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. താങ്ക് യു ലോർഡ്.